അന്ധകാരത്തിന്റെ എല്ലാ പോരുകളെയും, എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും, അന്ധകാര ലോകത്തിലെ അധിപതികളെയും ലോകത്തിലെ ദുഷ്ടാത്മസേനയെ ഇന്ന് പോൽക്കാലം ഞങ്ങൾ ശാസിക്കുന്നു. വിട്ട് മാറട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഒരു സഭ പണിയപ്പെടുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾക്കൊരു ചർച്ചയായി കൂടി വരുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആത്മാക്കളെ തരണം. ഹല്ലേലൂയ. വടക്കിനോട് തെരിയെന്നും തെക്കിനോട് തടുത്ത് വെക്കരുതെന്ന് പറയുന്ന കർത്താവ്, കൽപ്പിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, പിന്നെ അങ്ങനെ ആത്മാവിനാൽ തന്നെ ഞങ്ങളുടെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ഞങ്ങൾ നീക്കിക്കളയുന്നു. അത് ഞങ്ങൾ കൃപ 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 എന്ന് നാപ്പോടെ അണിക്കൽ കയറ്റുമ്പോഴാ ഹല്ലേലൂയ ബബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയാകുന്നുള്ള വചനപ്രകാരം ഇന്ന് ആ പ്രശ്നത്തിന്റെ സമഭൂമിയുടെ അവസ്ഥ വരട്ടെ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങൾക്ക് പാടുവാൻ കൃപ തരണം. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഏറ്റവും വേഗം കടന്നു വരുവാൻ തക്കവണ്ണം എല്ലാവരുടെയും ഉള്ളിൽ ഉത്സാഹം കൊടുത്താൽ കർത്താവേ, അവരുടെ എല്ലാ പടപ്പുകളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. അങ്ങയുടെ രസനെ ഞങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം ഞങ്ങൾക്ക് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് കാണുവാൻ തക്കവണ്ണം സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും കരുതേന്നു. ആവശ്യങ്ങളുണ്ട് കർത്താവേ, ജോലിയിൽ ടൈം കർത്താവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശത്രു പലപ്പോഴും ഞങ്ങളെ ജയിക്കുവാൻ നോക്കുമ്പോഴാ ഹല്ലേലൂയ അതിന്മേലൊക്കെ ഹല്ലേലൂയ ആകാശമേഘത്തിന്റെ മുകളിൽ ഞങ്ങൾ മിന്നുന്ന സൂര്യശോഭ കണ്ടു എന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കാർമേഘം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ദാസനെ ആരാധിക്കുന്ന ദാസന്മാരാകെ ഹല്ലേലൂയ ജോലിയുടെ ക്രമീകരിക്കപ്പെടുവാൻ, സ്കെഡ്യൂൾ ചെയ്യപ്പെടുവാൻ സ്വർഗ്ഗം കൃപ ചെയ്താട്ടെ. കടന്നു വന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശം നിങ്ങൾക്ക് അനേകാത്മാക്കളെ തരണം. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഈ ദേശത്ത് വെളിപ്പെടണം കർത്താവേ. യഹോവ നിസിയായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. യഹോവ സ്നേഹിതനായി, യഹോവ റോഹിയായി, യഹോവ എൽ ശദായിയായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പറയുന്നു. ഹല്ലേലൂയ. യഹോവ റാഫയായി ദൈവസഭയിൽ വെളിപ്പെടണം. ഞങ്ങളുടെ ഇടയിൽ ഒരു രോഗി ഉണ്ടാകരുത്, ഞങ്ങളുടെ ഇടയിൽ ഒരു ബലഹീനൻ ഉണ്ടാകരുത് കർത്താവേ. അടിയങ്ങളൊന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് പാടുവാൻ കൃപ ചെയ്യണം, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കൃപ ചെയ്യണം. ഹല്ലേലൂയ. ഞങ്ങളൊന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. സകല മാനവും മഹത്വത്തേക്ക് ഇരുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷയുടെ നാഥനെ നൽകാവേ. രക്തമുണ്ടെങ്കിൽ ഞാൻ വല്ലവന്റെ പടിവാതുക്കൽ പതിയിരുന്നെങ്കിൽ അക്കരകളിലേക്ക് തരുന്നു. ഉച്ചക്കുള്ളക്കാലവരെ കർത്താവേ, ശക്തി Hallelujah. Hallelujah.
സ്തോത്രം സ്തോത്രം പ്രശംസകളോടുള്ളപ്പോഴത്തേക്ക് വിശ്വാസിക്കാം. ഹല്ലേലൂയ റിബാബ 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 പരിശുദ്ധാത്മാ വലിയ സ്ഥാനത്ത് വസ്ത്രം വലിയ സ്ഥാനം ശക്തമായ ഏൽപ്പിച്ചു കൊടുക്കുക, സമർപ്പിച്ചു കൊടുക്കുക. സമ്പൂർണ്ണമായി ഹല്ലേലൂയ വളരട്ടെ, അങ്ങന്റെ ജീവിതത്തിൽ വളരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. കൃപ ഹല്ലേലൂയ കർത്താവേ ബൈബിൾ Lift our hands to the Lord. Come on. കർത്താവിന് ബൈബിൾ കൊണ്ട് തരുമോ? അമ്മേ Lord, we thank keep singing. ബൈബിളിൽ നിന്ന് തരുമോ? Lord, I thank you for your glory and your presence here. വചനം തരാമോ? ആഴം അമ്മേ Fill this house with your glory. ഞാൻ പകൽ വചനം അമ്മേ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. ഞാൻ Welcome the Holy Spirit. ഏറ്റെടുക്കുന്നു കർത്താവേ. അമ്മേ പുറം സ്വർണ്ണം Possess us and fill us with your Lift our eyes അതിപരിശുദ്ധ to the സ്ഥലത്തിരിക്കുന്ന യഹോവയുടെ സാന്നിധ്യം. It means the presence of God. Look at you and you alone. പത്താണ്ടിൽ ചുവന്ന ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പച്ച എനിക്കത് മതി, എനിക്കത് മതി കർത്താവേ, Spirit of worship. എനിക്കത് മതി. ഹല്ലേലൂയ. ഈ എക്സ്ട്രാ ഓർഡിനറി ഇതോ Worship you, Jesus. അസാധാരണമായ വീര്യ പ്രവൃത്തികൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മളിവിടെ നേരത്തെ ഒരു ദിവസം പാസ്റ്റർ ശുശ്രൂഷ അസാധാരണമായ Begin to move in a way that only you can do in the പ്രോക്സിമിറ്റി ഹീലിംഗ് നേരിൽ കേട്ടുമ്പോൾ രോഗി ഫോർ സൗഖ്യം. എക്സാമ്പിൾ യേശു ചെയ്ത കാര്യം ഈ അപ്പത്തെ ഇരട്ടച്ചൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല. 5,000 പേർ കൊടുത്തൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല. അതുപോലെ എക്സ്ട്രാ ഓർഡിനറി ആരും ചെയ്യാത്ത മിറക്കിൾസ് മനസ്സിലായോ? ക്ഷേമിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം ഏൽപ്പിച്ചു ചെയ്യുന്ന അപ്പച്ച. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആൾക്കാരൊക്കെ കൂടി കിടക്കുന്ന മരിച്ചു കിടക്കുന്നിടത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ യാക്കോബ് എന്നൊരാളെന്ന് ചെയ്യാം. യാക്കോബ് എഴുതിട്ട് സ്തോത്രം. മനസ്സിലായോ? എന്നൊരു എക്സ്ട്രാ ഓർഡർ അതെ എക്സ്ട്രാ ഓർഡർ ആൾക്കാരുടെ ഇടയിലൂടെ ചെന്നിട്ട് ആ നീ എഴുതിട്ട് വാ, മക്കളെ എഴുതിട്ട് വാ, വലിയ പറയുന്നുണ്ട് എഴുതിട്ട് വാ അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ. അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡർ മക്കളെ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കും. എക്സ്ട്രാ ഓർഡർ ചെറിയൊരു ദൈവസഭ കർത്താവ് വലിയൊരു ദൈവസഭ ഇപ്പോൾ നിർമ്മിക്കുന്നില്ല. ചെറിയൊരു സഭയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. സ്തോത്രം. ഇവിടെയാണോ നാട്ടിലാണോ അറിയില്ല. ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ ഈ ശീതമാനമല്ല ഉഷ്ണമാനമല്ല എന്തെങ്കിലും ഇങ്ങനെ ആ ഒരു കേറുന്നുണ്ട്. ശാസ്ത്രം പ്രാർത്ഥിച്ചോ അങ്ങനെയൊക്കെ തളർന്നു അത് പോകുന്നവരാണ്. വീടിനകത്ത് ഇരുന്നാലും ആത്മാവിന്റെ എത്ര പ്രാവശ്യം തളർന്നു പോകുന്നു. അത് പാടില്ല. അല്ല, ആത്മാവിന്റെ ഒരു സാന്നിധ്യം എനിക്ക് കിട്ടത്തില്ല. അതെ, അതേസമയം പ്രിയ തന്നെ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ അവിടെ തുടങ്ങിയല്ലോ, അപ്പോഴും ഞാൻ ആത്മാവിലായി. വീടിനകത്തെ പോലെ അത്രയും കടുപ്പം എനിക്ക്. Holy Spirit, thank you, Holy Spirit. അങ്ങനെയുള്ളതിനായി ശ്ലോകം, അങ്ങനെയുള്ളതിനായി ശ്ലോകം. ഹല്ലേലൂയ. ഞാൻ തയ്യാറാപ്പച്ച. ഞാൻ തയ്യാറാ. ഈ വിളവിന് സമയം വിളവിന് സമയമായി മനസ്സിലായോ? അതായത് Just wait there for a moment. നമ്മൾ സിസ്റ്റർ കാണുന്നില്ല. സിസ്റ്റർ നോട്ട് ചെയ്യണം. അവിടെ ഇരിക്കും. ആ ഇത് കോൺസെൻട്രേഷൻ ഓടിയിരിക്കും.
അത് മാറ്റി മീൻസ് ഒന്നും ചെയ്യണ്ട, അടങ്ങി നിൽക്കുക. ഹല്ലേലൂയ. ഗ്രഹിച്ചാൽ മതി, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ നമ്മളിങ്ങനെ പുറമേ കാണാത്ത വിത്തുകളുണ്ടല്ലോ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പുറമേ കാണാത്ത ചേനയെന്ന് പറഞ്ഞാൽ പുറമേ കാണത്തില്ല അല്ലേ, അതിൻ്റെ വിത്ത് അടിയിൽ കിടക്കുന്നത്, തല അടിയിൽ കിടക്കുന്നത്, പുറത്ത് ഒരു ചെടി മാത്രമേ ഉള്ളൂ. അതുപോലെ കാണുന്നില്ല ഒന്നും, മനസ്സിലായി? നമ്മളൊന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ലല്ലോ, പക്ഷെ ദൈവം അടിയിൽ ചെയ്തുകൊണ്ടിരിക്കുക, റൂട്ടെല്ലാം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? സമയമാകുമ്പോഴാണ് പൊളിക്കുന്നത്, മണ്ണ് ഒഴി സമയമാകും അല്ലേ, അന്നേരം നമ്മൾ കാണത്തുള്ളൂ. നമ്മുടെ ഇത്രയും വലുതായ നമ്മൾ ഇത്രയും വലിയ കാര്യം അല്ലേ, എന്താ അല്ലേ, ഇത്രയും വലിയ ഫ്രൂട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ ഫലം കിട്ടിയല്ലോ, അതിനെ കാണിക്കുന്നു, അതെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവം ചെയ്യാൻ പോവാം. ഈ നമ്മൾ പപ്പടം എന്ന സാധനമില്ലേ, പപ്പടം അല്ലേ, പപ്പടം ഇങ്ങനെ വറുത്ത് കോരുന്നത് പോലെ എന്തെങ്കിലും ചെയ്യാൻ പോകുകയോ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചീക്കത്തിട്ടോന്ന കാര്യം അതുപോലെ അല്ലെങ്കിൽ എണ്ണക്കത്തിട്ട് അന്നേരം പുറത്ത് വരുന്നത് പോലെ. Everyone now, everyone together, I stand. സഭ വേണം, സഭ വേണം. സഭ വരുന്ന ഭാഷ ചെറിയ സഭ വരും, ചെറിയ പഠിക്കുമ്പോൾ അങ്ങനെ കരുതില്ല, ചെറിയ സഭ കാണിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി കൂടുതൽ താല്പര്യമുള്ള സഭയായിരിക്കും. ഒരുപാട് ദൂരം സഞ്ചരിക്കത്തിൽ ഒരു ഏറിയ പിടിച്ചെടുക്കാൻ വേണ്ടി വിശേഷം പറയാൻ വേണ്ടി. With everything in us now, come on, let's stand. എന്താ എടുക്കണം പറഞ്ഞാൽ അപ്പം ഫ്ലോ പോകും. ഫ്ലോ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ഫ്ലോ നമ്മളെ സ്പിരിറ്റ് നിൽക്കുമല്ലേ, കർത്താവിനെ കീഴ്പ്പെടുത്തുകയാണ്, കർത്താവിനെ കീഴ്പ്പെടുത്തുകയാണ്. സമ്പൂർണ്ണമായിട്ട് അപ്പച്ച ഞങ്ങളുടെ അങ്ങ് ഞങ്ങളുടെ രാജാതിരാജാവും കർത്താതി കർത്താവും കർത്താവേ. ഈ സെക്കേൽ പ്രവൃത്തി കാണുന്നത് പോലെ അസ്ഥികളുടെ ഇടയിൽ പ്രവചിക്കാനാണ് സിസ്റ്ററിനോട് പറയുന്നത്. പ്രവചിക്കണം പോയി ആരാ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് പ്രവചിക്കണം. എന്താ പ്രവചിക്കണം? നമ്മുടെ വായി തുറന്ന് ട്രൈബോൺസ് അപ്പം എന്ത് ചെയ്യണം? നമ്മൾ എന്താണ്, എൻ്റെ ഹസ്ബൻഡിന് ജീവനുണ്ടാകട്ടെ, മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡിന്മേൽ നരമ്പ് പിടിക്കട്ടെ, മാംസം പിടിക്കട്ടെ, ഞാൻ ആ കാറ്റിനെ അയക്കുവാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിൽ. ഇപ്പോൾ ആത്മാവ് എൻ്റെ ഹസ്ബൻഡിൽ പോയി എന്താ പ്രവേശിക്കട്ടെ, പരിശുദ്ധാത്മാ ടച്ച് ചെയ്യട്ടെ, നിങ്ങൾക്ക് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയണം. അതുപോലെ മോളുടെ രോഗാത്മാവിനെതിരെ പ്രാർത്ഥിക്കാനാണ്, സിസ്റ്ററിനെ പ്രാർത്ഥിക്കണം. എന്തോ ഒരു രോഗം കാണിക്കുന്നുണ്ട്, എന്തോ എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ വിട്ടുപോയി അല്ലേ, എന്തോ ഒരു രോഗം, ആ രോഗത്തിന് നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. തൈറോയിഡാണ്, യെസ്, തൈറോയിഡ് കാണിക്കുന്നത്. തൈറോയിഡിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ പറയാൻ കൽപ്പിക്കണം. നമ്മുടെ മുറിക്കത്തിൽ നിന്ന് കൽപ്പിക്കണം, യേശുവിൻ്റെ അടിപ്പണരകളാൽ എൻ്റെ മൂക്ക് സൗഖ്യം മതി. ആ വചനം ഞാനിപ്പോൾ അയക്കും, ആ വചനം ഞാൻ അയക്കും, മനസ്സിലായോ? അപ്പോൾ ആ വചനം പല വചനം എന്താ പറയുന്നത്, ആ വചനം പുറപ്പെട്ടെന്ന് സിസ്റ്ററെ സന്തോഷമാണെങ്കിലും ഫേസെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു. അവിടെ ചോദിച്ചു സന്തോഷമായിരിക്കും, ഞാൻ പറയാം സന്തോഷമായിരിക്കുന്നല്ലോ ഫേസൊക്കെ. നമ്മളെപ്പോഴും സന്തോഷിക്കുക. സന്തോഷമുള്ളവരുടെ മുഖം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാവും. വീർപ്പ് കൂട്ടി അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞാൽ മോന്ത വീർപ്പിച്ചിരിക്കുമ്പോൾ നമുക്കും വിഷമം. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കത്തുമില്ല, നമുക്കും പ്രയാസമാണ്. ഞാനിങ്ങനെ ആൾക്കാരോട് പറയണം, നിങ്ങൾ ചിരിക്കും, പ്രയാസപ്പെട്ടെ നിങ്ങൾ ചിരിക്കണം, പലന്ന് ചിരിക്കാൻ പറയും. ഇതിനേക്കാളും വലിയ പ്രയാസമാണെന്ന് പറയാം എനിക്ക്, അതുകൊണ്ട് നിങ്ങൾ ചിരിക്കാൻ പറയും. എല്ലാവർക്കും ഉണ്ട് അവരുടെ പ്രയാസങ്ങൾ. അതൊന്നും പറയാം, അത് വിഷയം നമ്മളത് പറയുകയും നെഗറ്റീവ് പറയരുത്. നമ്മളത് കാണണ്ട, അതിന്റെ പുറത്തൂടെ പോകണം. നമ്മൾ അതിനെ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഭാരവും. നമ്മൾ യേശുവിനെ മാത്രം നോക്കുക, അതവിടെ കിടക്കും ഇങ്ങനെ. അത് പറഞ്ഞുകൊണ്ടിരിക്കണം, യേശുവിന്റെ നാമത്തിൽ എൻ്റെ കൈയും കാലിനും ബലമാണ്. ഞാൻ വചനം പറയണം, എന്താണ് ആയിക്കോട്ടെ. പിന്നെ അതുപോലെ തന്നെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി അതുകൊണ്ട് 58 ഒരു വാക്യമുണ്ട്. വരണ്ട തലത്തിൽ നിന്റെ
വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തി ഞാൻ നിന്നെ നനവുള്ള തോട്ടം പോലെ വെള്ളം പറ്റി പോകാത്ത ഈ നീരുള്ള വചനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറപ്പെടും. അത് അതിൻ്റെതായ പ്രവൃത്തി ചെയ്തിട്ട് മാത്രമേ മടങ്ങി വരത്തുള്ളൂ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേ? അല്ല പിന്നെ പോഷകാത്. അതെ. അപ്പൊ അത് പോയിട്ട് എന്ത് ചെയ്യും? അതൊരു മെഡിസിനാണ്. അത് വലിയ ക്രിയ ചെയ്യും. അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വചനം എന്ന് പറഞ്ഞാൽ എപ്പോഴും കഷായം കുടിക്കുന്നത് പോലെയാണ്. ഇംഗ്ലീഷ് മെഡിസിൻ അല്ല. അത് ചിന്തിച്ചോണം. അത് പയ്യെ ആക്റ്റീവ് ആകത്തുള്ളൂ. അത് നമ്മുടെ സ്പിരിറ്റ് ചെല്ലും. ആദ്യമേ സ്പിരിറ്റിൽ നിന്ന് നേരെ സോളി ചെല്ലും. സോളിൽ നിന്നാണ് പിന്നെ ബോഡിലോട്ട് വരുന്നത്. എന്നാൽ മിറക്കിൾസ് അങ്ങനെയല്ല. അത് കർത്താവ് ചില സമയങ്ങളിൽ മിറക്കിൾസ് ചെയ്യാൻ വേണ്ടിയതാണ്. ചിലർക്ക് വിശ്വസിക്കാൻ വേണ്ടി, നമ്മൾക്ക് തന്നെ വിശ്വാസം ഉണ്ടാകാനും, അത്യാവശ്യ കാലഘട്ടങ്ങളിൽ ചിലപ്പം ആ ട്യൂമർ പോയേ പറ്റത്തുള്ളൂ അല്ലേ, അത് പറഞ്ഞു പോകാനും, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ അങ്ങ് ഇതോ അതിന് മിറക്കിൾസ് എന്ന് പറയുന്നത് സ്പോട്ടിൽ സൗഖ്യമാണ്. മറ്റേ രോഗശാന്തിയാണ്. രോഗശാന്തി ആരോഗ്യം തരുന്ന കർത്താവ് അല്ലേ, ആ രോഗശാന്തി. അപ്പോൾ രോഗശാന്തി വ്യത്യാസമുണ്ട്. അത് വലിയ ക്രിയ ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് കർത്താവ് പറഞ്ഞ എന്നാണെന്നറിയാമോ? പലരും വിടുതലിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് സുല്ലിട്ടിട്ട് സ്ഥലം പോകും. പലരും എന്നോട് പറഞ്ഞാൽ നീ പലരും ശ്രദ്ധിച്ചു ദൈവമക്കളെ, പലരെ ദൈവദാസന്മാരല്ലേ പ്രാർത്ഥിച്ച് അവസാനം വിടുതലിന്റെ വക്കാകാറാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പിശാച് അവരെ കൊണ്ടുപോകും. അവരെ ഇട്ടിട്ട് പോകും. മടിപ്പിക്കുവോ, പിശാച് വരുവോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പുറകോട്ട് ചിന്തിക്കുവോ, അതിട്ടിട്ട് അങ്ങ് പോകും. ആ ഡെലിവറൻസ് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കിട്ടുന്നവരെ കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. ദൈവസ്ഥലത്ത് തന്നേ പറ്റത്തുള്ളൂ. കിട്ടിയേ പറ്റത്തുള്ളൂ. ആ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലേ ഹബക്കൂക്ക് പറഞ്ഞ പോലെ അല്ലേ? ഹബക്കൂക്ക് പറഞ്ഞ അങ്ങനെയാണല്ലോ, കിട്ടിയാലും അന്നേരം തന്നില്ലെങ്കിലും അല്ലെങ്കിൽ അത് അത്യാവശ്യം പൂത്താലും പൂത്തില്ലെങ്കിലും ഗോശാലയിലെ സേവിക്കും. അത് സേവിക്കുന്ന കാര്യമാണ്. നമ്മുടെ വിഷയം അതല്ല. മുട്ടിക്കൊണ്ടിരിക്കുക, നമ്മൾ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷെ അതിനെ കൽപ്പിച്ച് ഓടിക്കുക, പക്ഷെ അതിനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് വരും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക അല്ലേ? ഏറിയ നാൾ കഴിഞ്ഞ മടങ്ങി വരും. മടങ്ങി വരുന്ന സമയമുണ്ട്, സീസൺ. എല്ലാത്തിനും ഒരു സീസണുണ്ട്. ദൈവത്തിൻ്റെ സീസൺ നമ്മുടെ സീസണല്ല. കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഇങ്ങനെ എന്നെ ഉപയോഗിച്ച ദൈവത്തിൻ്റെ സീസൺ നമ്മുടെ സീസണല്ല. നമ്മുടെ സീസണും ദൈവത്തിൻ്റെ സീസണും ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കൊരു ദിവസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അല്ലേ, അപ്പോൾ 1 സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 സെക്കൻഡേ ഉള്ളൂ ഇത്രയും കഷ്ടത, അല്ലെങ്കിൽ അപ്പോൾ 1 മിനിറ്റ് ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് കഷ്ടതയുള്ളൂ. അപ്പോൾ സീസണ്, ആ സീസൺ എല്ലാം സീസണാണ്. ആ സീസൺ ഇതെല്ലാം ലഭിക്കത്തുള്ളൂ. എല്ലാത്തിനും സീസൺ പറയും. ഇപ്പോൾ എല്ലാം നോക്കിയ ഒരു സീസണല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. ചിലത് മിറക്കിൾസ് നമ്മൾ നന്നായി കൊണ്ടുതരും. പക്ഷേ എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് സൂക്ഷിച്ചണം. വിടുതലടുത്ത് വരുമ്പോഴത്തേക്ക് വിട്ടിട്ട് പോകും. ഒന്നെങ്കിൽ അവിശ്വാസം പറയും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കത്തില്ല, അല്ലെങ്കിൽ പിറുവിറുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിശാച് പിടിച്ചുകൊണ്ട് പോകും, അല്ല പാപത്തിൽ പോയി വീഴും. പാപത്തിൽ പോയി എന്തെങ്കിലും ഒന്ന് കുലുമാനുണ്ടാകും. അതുവരെയായിരിക്കും സൂക്ഷിച്ചോ. അവിടെ വിടുതൽ നടക്കുന്നത്. ഹല്ലേലൂയ. സൂക്ഷിച്ചാൽ അങ്ങനെ നമുക്ക് പിടിച്ച് കയറാൻ പറ്റത്തുള്ളൂ. ഉറാഖാമാനാശി. ഓ, ഞാൻ അങ്ങനെ ഒരു വർഷിപ്പ് സോങ് കിട്ടി ഇങ്ങനെ വിശുദ്ധാത്മാ വന്നോളൂ. സദ്യ ദൈവം ഒരുക്കാൻ പോവാം. കാണിക്കുന്ന അങ്ങനെയാണ്. ഹോളി സദ്യ ഒരുക്കാൻ പോവാം. കർത്താവ് സദ്യ ഒരുക്കാൻ പോവാം. വിശ്വസിക്കണം. കർത്താവ് ഞാൻ വിശ്വസിക്കണം. ദൈവം സദ്യ ഒരുക്കാൻ പോകുമ്പോൾ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ എന്ത് പറഞ്ഞാൽ ഞാനത് ആത്മാവ് സ്വീകരിക്കും. ഒരിക്കലും ഞാൻ പറയുന്ന പോലെ നമ്മളോടല്ല സംസാരിക്കും. റീന എന്ന് പറയുമ്പോൾ റീന സ്പിരിറ്റിനാണ് സംസാരിക്കുന്നത്. പാസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്പിരിറ്റിനോട് ദൈവം സംസാരിക്കാം. സ്പിരിറ്റ് നമ്മൾ ഏറ്റെടുക്കണം. നമുക്ക് ബോഡിയായിട്ട് ഒരു ബന്ധമില്ല ദൈവമായിട്ട്. മനസ്സിലായോ? സ്പിരിറ്റാണ് ദൈവം. സ്പിരിറ്റാണ്. അപ്പം ദൈവം എന്തായാലും സ്പിരിറ്റ് പറയുമ്പോൾ അത് റിസീവ് ഉണ്ടാകും. ഞാൻ അത് ഏറ്റെടുക്കും. ഹാലയിൽ ഏറ്റെടുക്കും. ഒരു വലിയ സദ്യ ദൈവം ചെയ്യാമോ? സദ്യ നമുക്കറിയാവുന്ന ഭാഷയിൽ നമ്മൾ പറയാൻ പറ്റത്തുള്ളൂ.
നമുക്കറിയാതെ ഭാഷകൾ ദൈവം കാണിച്ചു തരത്തുള്ളൂ. അത് നമ്മളെ വിളിച്ചു പറയുന്നത്. അല്ല സ്വർഗീയ ഭാഷ നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്വർഗീയ വെളിപ്പാട് നമുക്കൊന്നും പറയാൻ നമുക്ക് അറിയത്തില്ല. മന്ന കൊണ്ട് തന്നിട്ട് പറയാം മന്ന തരാൻ പറഞ്ഞാൽ പിന്നെ മന്ന തമ്മിൽ കൊണ്ടുവരും. നമ്മൾ ഇത് മന്ന എന്തായാലും കണ്ടിട്ട് പോരും. നമ്മൾ ബൈബിളിൽ ചെറിയ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമ്മൾ ഈ മാനുഷ്യമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദൈവം സംസാരിക്കത്തുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ഈ ബുദ്ധിക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഏറ്റെടുക്കണം. സദ്യ ദൈവം തരാൻ ഈ യാക്കോബ് കണ്ടപോലെ ഒരു ദർശനം കാണും. കയറി ഒരു ഗോമണിയോട് വെച്ചിട്ടൊരു ഗോമണി, ദൂതന്മാരെ കയറി ഇറക്കുന്ന ഒരു ഗോമണി ഇത് രാത്രി പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ അങ്ങേറ്റത്താരാ ഇരിക്കുന്നത്? ദൈവം. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്തുവാ? പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ പെട്ടെന്ന് ചെല്ലും. നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് പോകും. പ്രാർത്ഥന ഈ വർഷിപ്പ് സമയത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കാര്യങ്ങൾ പെട്ടെന്ന് കർത്താവ് പറഞ്ഞോളാം. കർത്താവ് പറഞ്ഞോളാം. പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. വീട്ടിൽ പോയിട്ട് പിന്നെ നമ്മൾ 15 മിനിറ്റ് 20 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ച് പിന്നെ പറയരുത്. കിട്ടുന്ന അവസരം പറഞ്ഞോളാം. അല്ലെങ്കിൽ കിട്ടുന്ന അവസരം പറഞ്ഞോളാം. അതാ ഇന്ന വിഷയം വാരപ്പെടുന്നുണ്ട്, ഇന്ന വിഷയം എൻ്റെ പ്രാർത്ഥനാ വിഷയമാണ്, ഇന്നലെ രൂപ കൊടുക്കുന്നത് എനിക്ക് കുറവ് പറയാൻ പറ്റുന്നുണ്ട്. ദൂതന്മാരുടെ സംസാരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൂതന്മാരിന്ന് രാത്രി മിനിസ്റ്റർ ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. ദൂതന്മാരെ എഴുതിയെടുത്താൽ മത്സരത്തിൽ കൊണ്ടുപോയാൽ നമ്മുടെ കടമറകളെല്ലാം ഏൽപ്പിക്കുന്നു. അവരെല്ലാം യഥാസ്ഥാനത്താക്കണം. ഞങ്ങളുടെ മിനിസ്ട്രികളിൽ യഥാസ്ഥാനത്താക്കണമേ. സഭയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ചിരിക്കണം. അവരുടെ വിഷയങ്ങളെല്ലാം പറയുന്ന വിഷയങ്ങൾ ഏൽപ്പിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നവർ കർത്താവേ, കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ വിഷയങ്ങൾ ദൈവാത്മാവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥന. ദൂതന്മാരോടല്ല പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ദൂതന്മാരെ നമുക്ക് വേണ്ടി മിനിസ്റ്റർ അവരോട് കൽപ്പിക്കുക. ആദ്യം ദൈവം അല്ലേ, അല്ലെങ്കിൽ യേശു. പിന്നെ സഭയ്ക്കാണ് അതിന് അധികാരം. നമ്മുടെ കൈകളും കാര്യമുള്ള സഭകളാണ്. സഭയ്ക്ക് ശേഷമുള്ള ദൂതന്മാർ, അല്ലാതെ നമ്മളെക്കാൾ വലുതല്ല ദൂതന്മാർ. നമ്മൾ ചിന്തിച്ചോ, നമുക്ക് വേണ്ടി മിനിസ്റ്റർ ചെയ്യാനാണ് ദൂതന്മാർ. നമ്മളെ അതിന്റെ മലയാളം എന്തുവാ? സേവകാത്മാക്കൾ. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ദൂതന്മാർ. അല്ല ഒരിക്കലും ദൂതന്മാരുടെ പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരല്ല ദൂതന്മാർ. നമ്മളെ പറയുന്നവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവർക്കിതൊന്നും അറിയത്തില്ല. മനസ്സിലായോ? നമ്മൾ പറയുന്നവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് അല്ലെങ്കിൽ നമ്മളെ പോലെ ഒന്നും അവർ തന്നിട്ടില്ല. ദൈവം കൊടുത്തിട്ടില്ല. സ്വയം ബില്ല് നമുക്കാണ്. മറ്റേ ഒരു സൃഷ്ടിയല്ല പറയുന്നത്. അതൊരു സ്പിരിറ്റാണുള്ളത്. അവരെ കൊണ്ടുപോകും. രാത്രി പ്രാർത്ഥിച്ചു, വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ഇന്ന വിഷയങ്ങൾ, ഇന്ന വിഷയങ്ങൾ മനസ്സിൽ പറയരുത്. മനസ്സിൽ പറഞ്ഞാൽ അവർക്ക് എഴുതാൻ പറ്റത്തില്ല. പലരും മനസ്സിൽ പറഞ്ഞാൽ ദൈവം മാത്രമേ കേൾക്കത്തുള്ളൂ. അവർക്ക് കേൾക്കത്തില്ല. ചിന്തയിൽ പറഞ്ഞാൽ മതി, ശരിയാണത്. പക്ഷെ ദൈവം കേൾക്കും. മറുപടി കിട്ടത്തില്ല. നമ്മുടെ വേർഡുകളിലാണ് അവർ പിടിക്കുന്നത്. ആര് പിടിക്കുന്നത്? ദൂതന്മാരെ പിടിക്കുന്ന വേർഡിലാണ്. പിശാചെ പിടിക്കുന്ന വഴിയാ, അല്ലെങ്കിൽ ഡീമൺസ് കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ വേർഡാണ്. നമ്മളെ തോട്ട്സ് ഒന്നും അവർക്ക് കാണാൻ പറ്റില്ല. അവർക്ക് കൊണ്ട് തോട്ട്സ് നമുക്ക് ഇടാം. അവർക്ക് നമ്മളിൽ തോട്ട്സ് ഇടാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ദൂതന്മാർക്ക് അല്ലെങ്കിൽ ഈ ഡീമൺസ് ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കാം. അതുകൊണ്ട് പറയണം. നമ്മൾ വായ തുറന്ന് പറയണം. നമ്മൾ ഓരോ നിങ്ങൾക്ക് അടുത്തത് പറയാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും മാറ്റി പറയണം. അതാണ് പറയുന്നത്. ഇവിടെ അടുത്തത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ദൂത് മാറി നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞോളൂ. അധികാരം സ്വർഗത്തിലും ഭൂമിയിലും സ്ഥലാധികാരവും ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ദൈവം. ഇന്ന് ഞങ്ങൾ കൽപ്പിക്കുന്നത് ദൂതന്മാരോട് കൽപ്പിക്കുന്നു. അത് മടങ്ങി വരട്ടെ. അല്ലെ ദർശനങ്ങൾ മടങ്ങി വരട്ടെ. ദർശനങ്ങൾ വരട്ടെ. അല്ലെ കൃപാവരങ്ങളാൽ നിറയട്ടെ. സാധാരണമായ വീര്യപ്രവൃത്തികൾക്ക് വേണ്ട മേൽ പകരണം. എൻ്റെ ഒരു ശത്രുവിൻ്റെ മേൽ വരില്ല. അല്ലെങ്കിൽ അങ്ങാണ് എന്നെ വിളിച്ചത്. ഒരുത്തൻ്റെ മുന്നിൽ തലവയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒരു കാര്യത്തിൽ ഒരുത്തൻ്റെ മുമ്പ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ ഒരു മനുഷ്യൻ മൊർദെഖായിയെ പോലെ ഒരുത്തനെയും കുമ്പിടാൻ അനുവദിക്കരുത്. ഒരുത്തനെയും കുമ്പിടാൻ സ്വർഗ്ഗം അനുവദിക്കരുത്. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം.
ഹല്ലേലൂയ കർത്താവേ, എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ, എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കൃപ. എൻ്റെ ബുദ്ധി തുറന്നു വരട്ടെ, എൻ്റെ ബ്രെയിൻ ഓപ്പൺ ആവട്ടെ കർത്താവേ, എൻ്റെ ബ്രെയിൻ ഓപ്പൺ ആവട്ടെ. ബ്രെയിനിൻ്റെ നശിച്ചുപോയ കോശങ്ങളെല്ലാം റീജനറേറ്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ, എൻ്റെ നശിച്ചുപോയ കോശങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുവാനുള്ള കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, കൃപ തരണമേ. അങ്ങനെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, അങ്ങനെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, സ്കൂളിൽ സ്ഥാപിക്കുവാൻ, അനേകരെ ഓടയും ചെയ്യുവാനുള്ള കൃപ. അനേകരെ ഓടയും ചെയ്യുവാനുള്ള കൃപ, സ്ഥാപിക്കുവാനുള്ള കൃപ. അനേകരെ സഹായിക്കാനുള്ള വഴികൾ മാർഗങ്ങൾ. കർത്താവേ, കൃപ ചെയ്യണമേ, കൃപ കൃപ. മറ്റാർക്കും കൊടുക്കാത്ത കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ആയിരങ്ങളെ ക്രിസ്തുവിലേക്ക് നിൽക്കുവാനുള്ള കൃപ, ആയിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാനുള്ള കൃപ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. അന്ന് അബ്രഹാമിനെ വേറെ വലുതാക്കാമെങ്കിൽ അബ്രഹാമിനെ ക്രിസ്തുവിനെ ആദ്യത്തെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം ഹല്ലേലൂയ. എല്ലാം മാറട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ വാങ്ങിക്കുന്ന ദൈവം ദൈവത്തിന്റെ മോഹം കൊണ്ട് നിറയട്ടെ. ഈ ഡാലസ് പട്ടണം എന്റെ ദൈവത്തിന്റെ മോഹം കൊണ്ട് നിറയട്ടെ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്തായി ദേശം നിറയട്ടെ. ഇതിനകത്തൊരു അഗ്നിയാണ് ഉണ്ടാകരുത്, ഒരു വാറുണ്ടാകരുത്, ഒരു തരത്തിലുള്ള വാറുകളും ഉണ്ടാകരുത്. ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം ഈ ദേശത്ത് ഉണ്ടാകട്ടെ. റിബാബ റിബാബ റിബാബ. ദൈവസഭയുടെ അത് വിശാലമാകട്ടെ. നിശ്ചയമായി എന്നോടുകൂടെ ഇരുന്ന കാണണം. നിശ്ചയമായി എന്നെ അത് വിശാലമാകണം. മാറട്ടെ. ഉണ്ടാവും. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. എങ്ങനെയല്ലോ പാസ്റ്റർ ആരും കേൾക്കാൻ ഞാൻ പറഞ്ഞത് വീട്ടിൽ മാറി ഒരാൾ വന്ന് എന്തൊക്കെ വിഷയം നമ്മൾ പറയും വിഷയങ്ങളൊക്കെയാണ്. അത് ഗൈഡൻസ് തരുന്നത് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ ഗൈഡൻസ് തരുന്നത്. ആരാധിക്കണം Hallelujah.
ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയാൻ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ. ദിവ്യമായ ജ്ഞാനം തരണമേ. ഹല്ലേലൂയ കർത്താവേ. നമുക്ക് രണ്ടുപേരും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ കർത്താവേ. പിന്നെ എന്നെ ഓരോ വിഷയങ്ങൾ ജ്ഞാനം വേണം. മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രമോഷൻ ഈ ദിവസം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. നിങ്ങളെ മൂരെ കരങ്ങളിൽ തരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. എന്നെ വഞ്ചിച്ചവരോട് കർത്താവ് ഇടപെടണമേ. ഹല്ലേലൂയ. എന്നെ വഞ്ചിച്ചവർ. ഹല്ലേലൂയ. റിബാബ റിബാജാന റിബാബ റിബാജാന റിബാബ സർവ്വ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച വിഷയത്തില എന്നെ നിന്ദിച്ചവൾ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞവര് ഹല്ലേലൂയ കർത്താവേ അവരോട് സ്വർഗ്ഗം ഇടപെട്ടാട്ട. ഹല്ലേലൂയ. റിബാബ റിബാജാന റിബാബ റിബാജാന റിബാബ സ്വർഗ്ഗമേ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗമേ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി ഇറങ്ങി വരണമേ. ഹല്ലേലൂയ കർത്താവേ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തെല്ലാം ചേരുവെന്നപ്പോൾ ഹല്ലേലൂയ. 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 ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ബാബ അങ്ങ് ഞങ്ങളെ രക്തത്തിന് മറുവിലെ വാങ്ങിയെങ്കിൽ ഹല്ലേലൂയ ഞങ്ങൾ അവമാനിക്കപ്പെട്ടു പോകാനുള്ളവരല്ല, ഞങ്ങൾ തല താഴ്ത്തുവാനുള്ളവരല്ല, രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുവാനുള്ളവരല്ല, അനേക നേതാക്കന്മാരെ സ്ഥാനപ്പെടുത്തുവാനുള്ള കൃപ, സമുദായത്തിലെ ഉന്നതരെ സ്ഥാനപ്പെടുത്തുവാനുള്ള കൃപ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. മൂടന്തരെ എഴുന്നേറ്റ് ചേർക്കുവാനുള്ള കൃപ. അപ്പച്ച അപ്പച്ച. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ബാബ അപ്പച്ച മനസ്സിലിടമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ബാബ ഹല്ലേലൂയ. 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 അച്ഛാ സ്തോത്രം പ്രജ സ്തോത്രം പ്രജ ബഹുമാനിക്കപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനിക്കപ്പെടണം. ഹല്ലേലൂയ. Hallelujah.
ഹല്ലേലൂയ 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 ബാബാ വജനാരി ബാബാ അവേ അപ്പോഴേക്ക് വേണം ഹല്ലേലൂയ ഒത്തരമേ പ്രാർത്ഥിക്കുന്നു ഇരുട്ടിലക്ഷ്യങ്ങളെയും മരണങ്ങളിലെ ഗുപ്ത നിധികളെയും ഇരുട്ടിലക്ഷ്യങ്ങളെയും മറുപടികളുടെ ഗുപ്ത നിധികളെയും ഹല്ലേലൂയ ഞാൻ ഏറ്റെടുക്കുന്നു ഹല്ലേലൂയ ബാബാ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അദ്ദേഹത്തിന്റെ ഞെരുക്കങ്ങളെല്ലാം വിട്ട് മാറട്ടെ ഹല്ലേലൂയ 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 വജനാരി ബാബാ ഹല്ലേലൂയ 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 കർത്താവേ സ്തോത്രം ഹല്ലേലൂയ അപ്പച്ചാ കൃപ ശക്തമായ ഒരു സ്ഥാനത്തിനാണ് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം ശക്തമായ ബാബാ ഹല്ലേലൂയ സാധാരണ മീറ്റിംഗ് രാത്രിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നയിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ വെള്ളം കുലുങ്ങുന്നതാണ്, വെള്ളം ഇങ്ങനെ ഓളം നില്ലുന്നതാണ്. വെള്ളം ഇങ്ങനെ വെള്ളത്തെ മേൽ പരിശുദ്ധാത്മ പരിവർത്തിച്ചെന്ന് പറഞ്ഞതുപോലെ വലിയ ഈ അനങ്ങാതെ കിടക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് വരുമ്പോൾ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓളം വരാതില്ലേ, ഇങ്ങനെ അതുപോലെ പരിശുദ്ധാത്മ ഇങ്ങനെ ഓളം തെല്ലിക്കൊണ്ടിരിക്കുന്നത്. ദൈവ തേജസ്സിൻ്റെ അത് ഇങ്ങനെ ഓളം തെല്ലിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ദൈവാത്മാവിൻ്റെ ഒരു വലിയ ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞിരിക്കില്ല. ലോകസൗഖ്യത്തിലൂടെ നിങ്ങൾ പറഞ്ഞാലും കണ്ണിന്റെ കാഴ്ച നമ്മുടെ വായിൽ തന്നെ പറഞ്ഞാലും എന്താണ് രോഗം? യേശുവിന്റെ നാമത്തിന്റെ മൈഗ്രൈനെ എന്റെ ഡയബറ്റിക് വിട്ടു യേശുവിന്റെ നാമത്തിന്റെ ഇങ്ങനെ ഓരോ വിഷയം പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഡയബറ്റിക് ശ്വാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കാറ്ററാക്ട് ശ്വാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പ്രോബ്ലംസ് കാലുകളുടെ വേദന സൗഖ്യമാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ വിഷയം പറഞ്ഞു. നിങ്ങളുടെ വിഷയം എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ വേദന പറഞ്ഞു. ബോട്ട്സിന്റെ വേദന വിട്ടു മാറ്റം. നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ തന്നെ പറയാം. യേശുവിന്റെ നാമത്തിൽ കുതിരയെപ്പോലെ ഓടുവാൻ, അങ്ങേക്ക് വേണ്ടി കുതിരയെപ്പോലെ ഓടുവാനുള്ള ശക്തി, കുതിരയെപ്പോലെ ഓടാനുള്ള ബലം, സിംഹത്തെ പോലെ കണ്ണുകളുടെ പോലുള്ള ഹല്ലേലൂയ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ
എല്ലാ ഇൻഫെക്ഷൻസും വിട്ട് മാറട്ടെ. എല്ലാ അലർജികളും വിട്ട് മാറട്ടെ. എല്ലാ അലർജികളും ഞങ്ങളുടെ എല്ലാവരുടെയും അലർജികൾ വിട്ട് മാറട്ടെ. എല്ലാവരുടെയും അലർജി വിട്ട് മാറട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാവരുടെയും അലർജികളെ ശാസിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ പൈശാചിക പോരുകളെയും ശാസിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ പൈശാചിക പോരുകളെയും ശാസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പൈശാചിക പോരുകളെയും ശാസിക്കുന്നു. കുടുംബത്തിൽ സമാധാനം തരാത്ത പൈശാചിക പോരുകൾ, തലമുറകളെ പിടിച്ചുകൊണ്ടുപോകുന്ന പൈശാചിക പോരുകൾ മടങ്ങി വരട്ടെ. റീസ്റ്റോറാണ്. മുടിയൊക്കെ മടങ്ങി വരട്ടെ. കോയിലൊക്കെ മടങ്ങി വരട്ടെ. ഓരോരുത്തർ പറഞ്ഞ ഞങ്ങളുടെ വിഷയം പറഞ്ഞാൽ നടുവേദന മാറി ഇവിടെ വലിയ ട്യൂമറോ അല്ലെങ്കിൽ ക്യാൻസറുകളൊന്നും ഇല്ല. ഇവിടെ ഉള്ളവരില്ല. അതുകൊണ്ട് സ്വതന്ത്രം ചെറിയ ചെറിയ രോഗമുള്ളവരൊക്കെ ഇതൊക്കെ പ്രാർത്ഥിച്ചാൽ പെയിൻസ്, ബോഡി പെയിൻസുകൾ മാറട്ടെ, ജോയിന്റ് പെയിൻസുകൾ മാറട്ടെ, തൈറോയ്ഡ് മാറട്ടെ, സ്റ്റൊമക്കിലെ പെയിൻ മാറട്ടെ, സ്റ്റൊമക്കിലെ രോഗാത്മാവിനെ ശാസിക്കാം. അസിഡിറ്റി മാറട്ടെ. നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വായന കൽപ്പിക്കും. നിങ്ങൾ വായന പോകത്തില്ല. നിങ്ങൾ വായന കണ്ണ് മങ്ങാതിരുന്ന പോലത്തെ ഒരു അവസ്ഥ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ തന്നെ കണ്ണ് മങ്ങാതിരുന്ന പോലത്തെ ഒരു അവസ്ഥ. സൂര്യനിക്ക് ചന്ദ്രൻ അയ്യാലും താഴ്വരയിൽ നിൽക്കാൻ പറഞ്ഞപ്പോഴാണ് സൂര്യനും ചന്ദ്രനിൽ നിന്നെങ്കിൽ ആ ഒരു കൃപ ഞങ്ങൾക്ക് വേണം. സൂര്യനിക്ക് ചന്ദ്രൻ അയ്യാലും താഴ്വരയിൽ നിൽക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അമാലിക്കരെ സംഭരിച്ച് തീരുന്നത് വരെയും സൂര്യനും ചന്ദ്രനും അനുമാനം നിന്നെങ്കിൽ ഞങ്ങളുടെ വാക്കിന്റെ മേൽ അവ നിൽക്കട്ടെ. നിങ്ങളുടെ വേദന എന്ത് പ്രയാസം വരുന്നത് ദൈവത്തിന് പറയാം. ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ശക്തി ഞങ്ങളിലേക്ക് വരണമേ. ആ ശിംശോന്റെ മേൽ പോരുന്ന ശക്തി, ശിംശോന്റെ മേൽ പോരുന്ന ശക്തി, സിംഹത്തെ രണ്ടായിട്ട് കീറിക്കളഞ്ഞ ശക്തി, നഗരത്തിന്റെ വാതിലിനെടുത്ത് മലയുടെ വെളി കൊണ്ടുവച്ച ശക്തി, അമ്പലത്തിന്റെ തൂണുകളെ കുറിച്ച് അമ്പലത്തെ തകർത്ത് കളഞ്ഞ ശക്തി. ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. Touch. Hallelujah. കുളത്തിന് ആര് ചാടുന്ന അവസ്ഥ കുളം കലങ്ങി കിടക്കോ അന്നവിടെ അന്ന് കുളം കലക്കിയാണ് ബുധൻ ഉള്ളിലുള്ള രോഗാത്മാവിനെ കാഴ്ചകളായി ഉള്ളിൽ ലങ്സിലൊക്കെ ഉള്ള ഈ ശ്വാസമുട്ടലൊക്കെ പോലുള്ള കാഴ്ചകളാണ്. ഈ ലങ്സ് സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉള്ളിലുള്ള സൗഖ്യത്തിൽ പുറമെ കാണുന്നില്ലാത്ത ചില രോഗാത്മാവിനെ കാഴ്ചകളായി അവയവങ്ങളിലുള്ള ഈ അശുദ്ധാത്മാവിനെ ശാസിച്ചാലോ നിങ്ങളുടെ ശരീരത്തിൽ ബോഡിയിൽ അല്ലെങ്കിൽ സോളിലുള്ള എല്ലാ അശുദ്ധാത്മാവിനെ ശാസിക്കുകയാണ് പറയാം. അഡിക്ഷൻസ് ഉണ്ട്. ചില അഡിക്ഷൻസിനെ ശാസിക്കുന്നതാണ്. ചില അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. അവയവങ്ങളിലൊക്കെ വ്യാപരിക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. ബോഡിയിൽ പല സ്ഥലങ്ങളിലും മറഞ്ഞിരിക്കുന്ന ആത്മാവിനെ ശാസിക്കുന്നു. ബോഡിയിൽ അതുപോലെ ചിന്തകളിൽ പാവം ചെയ്യുന്ന ആത്മാവിനെ ശാസിക്കുന്നു. തോട്ട്സിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ ശാസിക്കുന്നു. റിബലിനെ ആത്മാവിനെ ശാസിക്കുന്നു. അങ്ങനെ എല്ലാം മറിച്ചുങ്ങൾ ശാസിക്കുന്നു. നെയിം ഓഫ് ജീസസ്. Come out. Hallelujah. Come out. In the name of Jesus. എല്ലാം വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. Come out. അവയവങ്ങളെല്ലാം come out. ഒന്നും മറഞ്ഞിരിക്കത്തില്ല. Come out. രോഗാത്മാവെ come out. In the name of Jesus. Be healed. Be healed. Yes. Hallelujah. Hallelujah. പ്രൈവറ്റ് പാർട്ടിലൊക്കെ ചില പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കുക. The name of Jesus. The name of Jesus.
സ്കിൻ ഡിസീസ് ഒക്കെ മാറാൻ പ്രാർത്ഥിക്കും. ചിലർക്ക് ചൊറിച്ചിലുണ്ട്, അതൊക്കെ മാറാൻ പ്രാർത്ഥിക്കും. ചൊറിച്ചിലൊക്കെ മാറാൻ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ ഇപ്പൊ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. ഇച്ചിങ് ഒക്കെ മാറാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഈ സോറിയാസിസ്, ഇച്ചിങ് എല്ലാം മാറട്ടെ. ത്രോട്ട് പെയിനുകളൊക്കെ മാറട്ടെ. ഇതിന്റെ നെയ്മ്, തുമ്മല്, ചീറ്റലൊക്കെ മാറട്ടെ. ഇതിന്റെ നെയ്മ്, അതൊക്കെ കർത്താവ് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയോ വലിയ വിടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഹീലിംഗ് സ്വീകരണം ആവശ്യമുണ്ടിരിക്കുക. ചെവിക്ക് സംബന്ധമായ വിഷയങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ് ചെവി സംബന്ധമായ എല്ലാം സൗഖ്യമാകട്ടെ. ചെവിക്കകത്ത് ബാലൻസിങ്ങിന്റെ പ്രോബ്ലംസ്, എനിക്കൊന്ന് അതുപോലെ ഇച്ചിങ് ഇങ്ങനെയൊക്കെ സൗഖ്യമാകട്ടെ. ചെവി എന്നെ കാണിക്കുന്നു. ചെവി കേൾവി കുറവൊക്കെ ഉണ്ടെങ്കിൽ സൗഖ്യമാകും. യേശുവിന്റെ നാമത്തിൽ. ഈ ബോൺസിനൊക്കെ ജോൺസിന് പെയിൻ മാറുന്നു. കർത്താവ് ബോൺസിന്റെ പെയിൻ, കർത്താവ് ബോൺസിന്റെ പെയിൻ മാറുന്നതിനായി സ്തോത്രം. ജോൺസിന്റെ പെയിൻ മാറുന്നു. ചില ഈ ശക്തികളെ ദൈവത്തോണ്ട് കൂടെ കളയുക. കമ്പെ തോണ്ടി അറിയുന്ന പോലെ നീ കാണുന്നില്ല. നിങ്ങളുടെ ഹൃദയം ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. എത്ര പേർക്കുണ്ട്? സമാധാനം വ്യാപരിക്കുന്നുണ്ട്. സമാധാനം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ മാറുന്നുണ്ട്. ഭാരം നിങ്ങൾ വന്ന പോലെ ഭയങ്കര ഭാരം ഹൃദയം കാണിക്കുക. കല്ലുകൾ ഉരുട്ടി മാറ്റുക. ഹൃദയത്തിലെ കല്ലുകൾ ഉരുട്ടി മാറ്റുക. ചിലർ ഭാരമായിട്ടാണ് വന്നത്. ഹൃദയം എടുത്ത് മാറ്റുക. ഭാരം മാറ്റുക. ഭാരം മാറ്റുന്നത്. എനിക്ക് എന്നെ പീസാണ് കാണിക്കുന്നത്. പീസ് ഹൃദയത്തിനകത്തോടെ പീസ്, ദൈവത്തിന്റെ പീസ് മനസ്സിലാക്കാം. വലിയ സന്തോഷം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മ നിങ്ങളുടെ ഹൃദയം തൊട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇറങ്ങിപ്പോൾ നിങ്ങൾ ഭയങ്കര പീസ് കൊടുക്കും. ക്രിസ്തുവിന്റെ പീസ്, ക്രിസ്തുവിന്റെ സമാധാനം ക്രിസ്തുവിന്റെ സമാധാനം ഒഴുകുക. ക്രിസ്തുവിന്റെ സമാധാനം ഒഴുകുക. സാധാരണ നമ്മളൊന്ന് വർഷിപ്പ് സോങ് കിട്ടുന്ന വർഷിപ്പൊക്കെ ചെയ്താണ് ഇന്ന് വന്നപ്പോൾ തൊട്ട് തൂതാണ് ഏറ്റെടുത്ത് എല്ലാം വിടുകയാണെന്നുണ്ട്. വർഷിപ്പിന് വന്നിട്ടില്ല ഇവിടെ. അല്ലെങ്കിൽ വന്നപ്പോൾ തൊട്ടേ ആത്മാവിന്റെ സാന്നിധ്യം ഭയങ്കര സാന്നിധ്യമാണ്. അന്നപ്പെട്ടൊരു സാന്നിധ്യം ഇവിടെ ശക്തമായ സാന്നിധ്യമാണ്. കർത്താവ് ഇറങ്ങി നടക്കുക. സ്കിൻ ഡിസീസ് യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ പരിശുദ്ധാത്മാവ് നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിന്റെ സ്കിൻ ഡിസീസ് സൗഖ്യമാവാണ്. നിങ്ങൾ തന്നെ പറ. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ പറ. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ തന്നെ പറ. സോറിയാസിസിനെ ശാസിക്കും. നിങ്ങൾ തന്നെ പറയാം. സോറിയാസിസിനെ ശാസിക്കും. എല്ലാ ചൊറികളും നിങ്ങളുടെ ശരീരത്തിലുള്ള ഇറിറ്റേഷൻസിനെ ശാസിക്കും. എല്ലാ ഇറിറ്റേഷൻസിനെ ശാസിക്കും. കോമൺ അറിയാവുന്ന കാര്യങ്ങൾ ദൈവം കാണിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഷുഗർ എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ പറയണം. കൊളസ്ട്രോൾ വിട്ട് മാറട്ടെ. നോർമലായി ഫംഗ്ഷൻ ചെയ്യട്ടെ. വൈറ്റമിൻസ് എല്ലാം നോർമലായി. ഹോർമോൺസ് എല്ലാം നോർമലായി. എല്ലാ ഫംഗ്ഷൻ ബോഡി ഫംഗ്ഷൻ. ഈ ബാക്കിൽ ഇവിടെയൊക്കെ പെയിൻ ഉണ്ട്. കർത്താവ് സൗഖ്യമാകുന്നത്. ഈ പെടലിനൊക്കെ സൗഖ്യമാകുന്നു. പെടലിക്ക് സ്ട്രെയിൻ, പെടലിക്കൊക്കെ സ്ട്രെയിൻ ഉണ്ട്. കർത്താവ് സൗഖ്യമാകുന്നു. നിങ്ങളുടെ ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യമാക്കണം. ഷോൾഡർ ഏതൊരു ഷോൾഡർ കാണിക്കുന്നു. ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യമാക്കുന്നതെല്ലാം ഇരുന്നിട്ടൊക്കെ നോക്കണം. നടുവേനൊക്കെ സൗഖ്യമാണ് യേശുവിന്റെ നാമത്തിൽ. ബെൻഡൊക്കെ ചെയ്ത് നോക്കണം. നമ്മുടെ പിന്നെ മേനോട് പറഞ്ഞു യേശുനാഥ് അഴിഞ്ഞു പോകാൻ കൽപ്പിക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞ സൗഖ്യമാക്കി
മടിച്ചിരിക്കരുത്. പറഞ്ഞ സൗഖ്യമാക്കുന്നു. ഭയങ്കര സാന്നിധ്യം വെളിപ്പെടുന്നത്. ശക്തമായ സാന്നിധ്യം. ഹല്ലേലൂയ. എല്ലാവരും എന്റെ വാക്കുകൾ കൃപയോടുകൂടി എന്റെ വാക്കുകൾ കൃപയോടുകൂടി ഹല്ലേലൂയ. 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 ഭയങ്കര ചാടി മറിഞ്ഞു വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിന്റെ സാന്നിധ്യം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഏറ്റെടുത്ത് ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എല്ലാവരും ശക്തി ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ജീവിതം പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധ ജീവിതം ഒരു കറയും ഒന്നുമില്ലാത്തൊരു വെള്ളത്തുണി ഇങ്ങനെ പൊക്കി കാണിക്കണം. ആമേൻ. ക്ലീൻ ചെയ്യാൻ ആഗ്രഹിക്കുക, നമ്മളെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുക, ക്ലെൻസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഇപ്പൊ കാണിക്കുന്ന വെള്ളം തുണിക്കകത്ത് ഒരുപാട് അഴുക്കുണ്ട്. കറ പിടിച്ചിരിക്കുന്ന തുണിയാണ്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. രക്തത്താൽ കഴുകണമേ. കുഞ്ഞാടിന്റെ രക്തത്തിൽ ഞങ്ങൾ അങ്കി അലക്കി വെളുപ്പിക്കുന്നു. ഈ ഇടത്തെ ഷോൾഡർ പിന്നെ സൗഖ്യം ഷോൾഡറിന്റെ പ്രശ്നം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ സൗഖ്യമായി തന്നാലും ബോഡിയിൽ നിന്ന് ഇച്ചിങ് ഒക്കെ കാണിക്കുന്നത് തന്നെ സൗഖ്യമാകുന്ന എന്തോ ചില മെഡിസിൻസ് ഒക്കെ നമ്മുടെ ബോഡിയോട് പകരുക. മെഡിസിൻ എന്തോ സൗഖ്യം നമ്മള് ഇപ്പൊ ഈ സൗഖ്യം നമ്മള് ഇപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല. ഇഷ്ടം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സൗഖ്യം വെളിപ്പെട്ട് വരും. സ്വത്തം പറഞ്ഞാൽ സംശയിക്കാതെ സ്വത്തം പറഞ്ഞാണോ? സംശയിക്കരുത്. സംശയിക്കരുത്. നമ്മള് മറുവാക്കളൊന്നും പറയരുത്. ഒന്നും പെറുകൊടുക്കരുത്. പറഞ്ഞ് അന്ന് സൗഖ്യം നമ്മൾ വ്യാപരിക്കുന്നു. നമ്മൾ പോലും അറിയുന്നില്ല ആ സൗഖ്യം എവിടെ നിന്നോ. ഹല്ലേലൂയ. ചെറുത് പോകുമ്പോൾ തന്നെ സൗഖ്യമായിക്കൊണ്ട് ചെറുത് ഇങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് സൗഖ്യമായിക്കൊണ്ടിരിക്കും. ഈ കണ്ണിലെ ഇടതുവശത്തെ കണ്ണിന്റെ വേദന സൗഖ്യം. ഇടതുവശത്തെ കണ്ണിന്റെ വേദന, അകത്ത് നരമ്പിന്റെ വേദന സൗഖ്യം. ഇടത് കണ്ണിന്റെ അകത്ത് ഉള്ളിൽ എന്തൊക്കെ വേദന സൗഖ്യമാണ്. Be healed in the name of Jesus. God, this is your people. Amen. You are the name of Jesus. Amen. I command you all devils come out. All demons come out right now. Be healed in the name of Jesus. യേശുവിന്റെ അടിമകളെ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. Hallelujah. Rakamanas. Yes, touch. Hallelujah. Holy Ghost touch. Amen. Amen. In the name of Jesus. Hallelujah. Touch. ഹല്ലേലൂയ. വീണ്ടും ഹൃദയത്തിനകത്തോട്ട് നിങ്ങൾ സ്ഥാനത്ത് ഇറങ്ങും. ഹല്ലേലൂയ. കർത്താവേ തരുന്നു. തരുന്നു. ഹൃദയം അങ്ങേക്കുക. ഇത് അങ്ങേക്ക് മാത്രമുള്ളതാണ് കർത്താവേ. ഇതിൽ മറ്റാർക്കും സ്ഥാനമില്ല. മറ്റാർക്കും സ്ഥാനമില്ല കർത്താവേ. We your temple, give your reverence. Give your temple, give your reverence, God. I love you, Lord. I love you, Lord.
ശുപാർശകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർത്താവേ. ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ Thank you for your presence, God. Thank you for your presence, God. Jesus, thank you for your presence. Give your name, give your reverence, give your glory, honor, praise. We worship you, Jesus. We worship you, Lord. And we worship you, as we go. ജീവിതം തന്നെ Praise God. What is Jesus? What is all? What is Jesus?
എല്ലാവരും. You deserve the praise. Worthy is your. Come on, tell them tonight. Worthy is your name, Jesus. You deserve. Worthy is your name, Jesus.
Holy Spirit, fill now. Fill now. എല്ലാവരും പറയട്ടെ Holy Spirit. എല്ലാവരും പറയട്ടെ. എല്ലാവരും പറയട്ടെ. In the silence of this moment, I bow my heart to you. I lift my hands in surrender, Lord. I need you to break through. Every burden, every worry, I lay them at your feet. Holy Spirit, come and fill this place. Make my worship sweet. Fill us. Holy Spirit, fill us. Holy Spirit, come and fill this place. Let your glory fall with healing grace. ഈ മുടിയുടെ റൂട്ട് Take my റൂട്ടുകളുടെ heart, സുഖമാക്കുക. my life, മുടികളുടെ റൂട്ടുകൾ ദൈവം സുഖമാക്കുക. come and fill Holy Spirit. Hallelujah. Come and fill. like a We love you, Holy gentle Spirit. wind of heaven. We love you, Holy Spirit. You are moving all around in the stillness of your presence. Every fear is falling down. You are peace within the battle. You are light within the night. Holy Spirit, come and fill this place. Shine your holy light. Holy Spirit, come and fill this place. Let your glory fall with healing grace. Take my heart, my life, my every praise. Holy Spirit, come and fill this place. Holy Spirit, thank you. Thank you. Thank you. Thank you, Holy Spirit. Thank you, Holy Spirit. Thanks for filling here. Hallelujah. Praise God. Praise God. ഇപ്പോൾ സമയം അതിനെ വളരെ പ്രാർത്ഥിക്കാം. എത്രവരും ഫീൽ ചെയ്യുന്നുണ്ട് ദൈവസ്ഥാനത്ത്? ദൈവസ്ഥാനം മനസ്സിലാവുന്നുണ്ടോ? Hallelujah. കിരീടം പോലെ ഇങ്ങനെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. എന്റെ മുടിയൊക്കെ എഴുതിണ്ടിരിക്കുക. അസംബത്തിക്ക് എഴുതിട്ട് പോകും. ഇങ്ങനെ രോമാഞ്ചം വരുമ്പോൾ രോമം എഴുന്നേക്കുന്ന പോലെ ഭയങ്കര സാന്നിധ്യപ്പെടുന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ഹീലിങ്സ് പ്രാവശ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. ഈ അല്പസമയം ബിബ്ലിക്കൽ അല്ലെങ്കിൽ ഈ വചനത്തിൽ ഞാൻ ചോദിച്ചു പല കാര്യങ്ങളെയും ചോദിച്ചു കർത്താവ് എന്താ പറയേണ്ടത്. ആദ്യം ഞാൻ അർത്ഥം യേശുവിനെ പ്രസംഗിക്കാൻ നോക്കും, സീസൺ പ്രസംഗിക്കാൻ നോക്കും. പിന്നെ എന്നാൽ അവസാനം കർത്താവ് എനിക്കൊരു കൂടി തന്നത് ബിബ്ലിക്കൽ സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ച് ഇപ്പോൾ സമയം സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. സോ ദർ ആർ ആക്ച്വലി 3 ബിബ്ലിക്കൽ ലിസ്റ്റ് ഓഫ് ദ ഗിഫ്റ്റ് ഓഫ് ദ സ്പിരിറ്റ്. നമ്മളൊന്ന് സംസാരിക്കുന്നതാണ് ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്. അല്ലെങ്കിൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ 3 മെയിൻ പാസേജ് ഉണ്ട്. ഒന്ന് റോമൻ ലേഖനം 12-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 12 അതിൻ്റെ 6 മുതൽ 8 വരെ വായിക്കണം. 6-8 വായിച്ചാൽ റോമൻസ് ചാപ്റ്റർ 12 6-8. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളത് കൊണ്ട്. അപ്പം നമുക്ക് കൃപ ലഭിച്ചിരിക്കും അല്ലേ. വെവ്വേറെ വരമുണ്ട് ഉള്ളത് കൊണ്ട്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം ഉണ്ടോ? പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. ഉപദേശിക്കുന്നുവെങ്കിൽ ഉപദേശത്തില്. പ്രബോധിക്കുന്നവനെങ്കിൽ പ്രബോധിപ്പിക്കുന്നെങ്കിൽ പ്രബോധനത്തില്. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഹരിക്കുന്നവൻ ഉത്സാഹത്തോടെ. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. ഇതെല്ലാം ഈ കൃപാവരങ്ങളുടെ അർപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. 1 Corinthians 12-ാം അധ്യായം 4 മുതൽ 11 വാക്യം നമുക്കറിയാം. ഒരുപാട് കൃപാവരങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. 1 Corinthians 12-ാം അധ്യായത്തിലെ 4 മുതൽ 11 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. 1 Corinthians 12-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിച്ചത് 12-ന്റെ 28 വായിച്ചത്
ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ. അത് ഭയങ്കര മർമ്മമാണ് കേട്ടോ. എന്താണ് ദൈവസഭയെ കുറിച്ച് പറയാം? ദൈവസഭയില് ആരൊന്നാമത്? അപ്പോസ്തലന്മാർ. ദൈവമാണല്ലോ ഒന്നല്ലേ? അതിന് നമ്മള് ദൈവം ഒന്ന് സഭയ്ക്കകത്തുള്ള കാര്യം പറയാം. ഒന്നാമത് അപ്പോസ്തലന്മാര്, രണ്ടാമത് പ്രവാചകന്മാർ, രണ്ടാമത് പ്രവാചകന്മാര്, മൂന്നാമത് ഉപദേശകന്മാർ, മൂന്നാമത് ഉപദേഷ്ടകന്മാർ. ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ ഓരോരുത്തരും കർത്താവാണ് നിയമിക്കുന്നത്. ഓർഡിനേഷന്റെ കാര്യം നമ്മൾ പറയണ്ട അല്ലെ? കർത്താവാണ് നിയമിക്കേണ്ടത്, ഇതൊന്നും നടക്കുന്നതൊന്നുമല്ല. അതുപോലെ പിന്നെ ഓരോരുത്തരെയും പിന്നെ വീര്യപ്രവൃത്തികൾ, പിന്നെ ഓരോരുത്തരും നിയമിപ്പിക്കുന്ന കൃപകളാണ് വിവിധ തരത്തിലുള്ള വീര്യപ്രവൃത്തികള്. രോഗശാന്തികളുടെ വരം, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലനവരം, വിവിധ ഭാഷാവരം എന്നിങ്ങനെ നൽകുകയും ചെയ്തു. ഈ എഫെസ്യർ 4:1 വായിച്ചു. ലിസ്റ്റ് ഓഫ് ഓഫീസ് വിത്ത് ചർച്ചിനെ പറ്റിയാണ് കാണിക്കുന്നത്. നോട്ട് സ്പിരിച്വൽ ഗിഫ്റ്റ് അതാണ്, പക്ഷെ ഇത് ചർച്ചിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. എഫെസ്യർ 4:1 അവൻ ചിലരെ അപ്പോസ്തലന്മാരായി. ഓഫീസാണ്. നേരത്തെ പറഞ്ഞെന്തായിരുന്നു? നേരത്തെ നമ്മൾ കൃപാവരത്തെ കുറച്ചു. ഇതൊരു ഓഫീസ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ ഓഫീസിനെ അല്ലെങ്കിൽ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അല്ലേ? ഓഫീസ്. ചിലരെന്താണ് മറ്റൊരു നമ്മൾ ആദ്യം പറഞ്ഞ കൃപാവരങ്ങളാണ് വായിച്ചത്. ഇത് ഓഫീസ്, ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, കോളിംഗ്. ചിലരെ എന്താണ്? അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. ഓഫീസാണ് അല്ലെ? അപ്പൊ ഇത് സഭയ്ക്കകത്തുള്ള ഓഫീസുകളാണ് അല്ലെ? ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചില പ്രവാചകന്മാരായിട്ട്, ചിലരെ സുവിശേഷകന്മാരായിട്ട്, ചിലരെ ഉപദേഷ്ടകന്മാരായിട്ട്. അപ്പൊ നമ്മുടെ കോളിംഗ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കോളിംഗ് മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് വളരാൻ പറ്റത്തില്ല. കോളിംഗ് മനസ്സിലാകാൻ പോയി കഴിഞ്ഞാൽ വളരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാൻ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ദ സ്പിരിച്വൽ ഗിഫ്റ്റ് ഐഡന്റിഫൈഡ് എവിടെയാണ് ഇരിക്കുന്നത്? റോമൻസ് ചാപ്റ്റർ 12 നമ്മൾ വായിച്ചത്. അവിടെ എന്താണ്? പ്രൊഫസി ഉണ്ട് അല്ലെ? സെർവിങ് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, എൻകറേജിങ് ഉണ്ട്, ഗിവിങ് ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, ആൻഡ് മേഴ്സി. അതാണ് സ്പിരിച്വൽ ഗിഫ്റ്റുകൾ. 1 Corinthians 12 4 മുതൽ 11 വരെ എന്താണ്? അവിടെ എന്താണ്? വേർഡ് ഓഫ് വിസ്ഡം ഉണ്ട്, വേർഡ് ഓഫ് നോളജ് ഉണ്ട്, ഫെയ്ത്ത് എന്തുവാ? ഒരു ഗിഫ്റ്റാണ് ഫെയ്ത്ത് ഉണ്ട്, ഹീലിംഗ് ഉണ്ട് അല്ലേ? മിറാക്കുലസ് പവേഴ്സ് ഉണ്ട്, പ്രൊഫസി ഉണ്ട്. പിന്നെ അവിടെ ഒരു പ്രത്യേകമായിട്ട് ഇത് കാണിച്ചതെന്ന് അറിയോ? ഈ ആത്മാക്കളെ വിവേചന ഒരു ശുശ്രൂഷ അല്ലേ? അത് വിവേചനം, അത് ഭയങ്കര ഒരു വിവേചനം. അത് നമ്മൾ പ്രാപിച്ചിരിക്കണം എന്നാണ്. ആത്മാക്കൾ നമുക്ക് ഏത് ആത്മാവിനാണ് ഓരോരുത്തരും ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ വാസിക്കാൻ പറയാതെ ആത്മാക്കളെ ഉപയോഗിക്കുന്നത് വരം നമുക്ക് ആവശ്യമാണ്. അടുത്തെന്താണ്? സ്പീക്കിംഗ് ടങ്സ്. ടങ്സിനെ കുറിച്ച് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു വരമാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. എന്തോ അത് നമുക്ക് മെയിനായിട്ട് നമുക്ക് ആവശ്യം, സഭയ്ക്ക് ആവശ്യമാണ്. ആത്മാക്കളുടെ വിവേചന ആവശ്യമാണ്. പിന്നെന്താണ്? ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ് സഭയ്ക്ക് ആവശ്യമാണ്. സോ 1 Corinthians 12:8 വായിക്കുന്നതാണ് ഹീലിങ്സ്, ഹെൽപ്പ്, അതുപോലെ ഗവൺമെന്റ്സ് അവിടെ ഇരിക്കുന്നത് അല്ലേ? അതുപോലെ വിവിധ തരത്തിലുള്ള ഭാഷകള്. സോ അതെല്ലാം ആത്മാവിന്റെ ദാനങ്ങളുടെ ഈ 3 പട്ടികകളെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. എന്താണ്? 3 പട്ടികകളായിട്ടാണ്, അല്ലെങ്കിൽ 3 തരത്തിലാണ് ആത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്താണ്? അത് 3 സ്ഥലങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റോമലേഖനത്തിൽ 12-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്കുകൾ വായിച്ചു. 1 Corinthians 12-ാം അധ്യായത്തിന്റെ 4 മുതൽ 11 വരെ വാക്കുകൾ വായിച്ചു. 1 Corinthians 12-ാം അധ്യായം 28 വാക്കുകൾ വായിച്ചു. എന്നാൽ എഫേസ്യർ ലേഖനം 4:11 വ്യത്യസ്തമാണ്. എന്താണ് അത് വായിച്ചത്? അത് സഭയ്ക്കുള്ള ഓഫീസാണ്, സഭയ്ക്കുള്ള ശുശ്രൂഷയാണ്. കൃപാവരമല്ല, സഭയ്ക്കുള്ള ശുശ്രൂഷയാണ്. എന്നാലും നമുക്ക് അത് കൃപാവരത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരാം അല്ലേ? അത് ആത്മീയ ദാനങ്ങളല്ല, പക്ഷെ അതൊരു കൃപാവരത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാം. പക്ഷെ സഭയ്ക്കുള്ള ഒരു ഇതാണ്. അപ്പം റോമലേഖനം 12 തിരിച്ചറിഞ്ഞിരിക്കുന്ന ആത്മീയ ദാനങ്ങൾ എന്താണ്? പ്രവചനമുണ്ട്, ശുശ്രൂഷയുണ്ട്, പഠിപ്പിക്കലുണ്ട്, പ്രോത്സാഹിപ്പിക്കലുണ്ട്, അല്ലെങ്കിൽ പ്രബോധനമുണ്ട്, നേതൃത്വം അല്ലെ? നേതൃത്വം, ലീഡർഷിപ്പ് ഉണ്ട്. ഇതെല്ലാം അതുള്ള അല്ലേ? അപ്പൊ ഇതെല്ലാം നമ്മൾ പ്രാപിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാം. അതുകൊണ്ടാണ് 1 Corinthians 12-ാം അധ്യായം 4-11 വരെ വായിക്കുന്നതാണ്. ജ്ഞാനത്തിന്റെ വചനം ഒരാൾക്ക് ആവശ്യമാണ്, അറിവിന്റെ വചനം ആവശ്യമാണ്, വിശ്വാസം നമുക്ക് ആവശ്യമാണ്. വിശ്വാസം ഇല്ലാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല.
രോഗശാന്തി ആവശ്യമാണ്, അത്ഭുത ശക്തികൾ ആവശ്യമാണ്, പ്രവചനം ആവശ്യമാണ്, ആത്മാക്കളുടെ വിവേചനം നമുക്ക് ആവശ്യമാണ്, അന്യഭാഷകളിൽ സംസാരിക്കണം, അന്യഭാഷയുടെ വ്യാഖ്യാനം നമുക്ക് ആവശ്യമാണ്, അല്ലേ? അന്ന് പോലെ 1928 പട്ടികയിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന രോഗശാന്തികൾ നിങ്ങൾക്ക് വേണം. രണ്ടാമതാണ് സഹായം നിങ്ങൾക്ക് വേണം, ഭരണകൂടങ്ങളെ കുറിച്ചുള്ള അധികാരം വേണം, വിവിധ ഭാഷകൾ ഇതിനകത്തുണ്ട്, അല്ലെ? അന്യഭാഷകളിൽ വിവിധ ഭാഷകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഉള്ള ക്രമാവലങ്ങളെല്ലാം, അല്ലെ, പല രീതികളാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം സഭയ്ക്കുള്ള നമുക്കുള്ളതാണ്. ഇതൊന്നും ജാതികൾക്കല്ല, ഇതെല്ലാം ആർക്കുള്ളതാണ്. ആശയത്തിന് മാത്രമല്ല, ഇതെല്ലാം ആർക്കുള്ളതാണ്. നമ്മളെല്ലാം പ്രാവശ്യം പറ്റത്തുള്ളൂ. ഒരു ഗിഫ്റ്റ് മാത്രം നമ്മൾ ഒതുങ്ങരുത്, അല്ലേ? എല്ലാ ഗിഫ്റ്റുകളും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഓഫീസ്, സഭയ്ക്കകത്തുള്ള ഓഫീസ്, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അത് നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ ദൈവം നമ്മളെ അത് കോളിങ്. നമ്മൾ ഓരോരുത്തർ പാസ്റ്റർമാർ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററായിട്ട് വിളിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ അപ്പോസ്റ്റലായിട്ട് വിളിക്കുന്നവരുണ്ടാവും, പ്രവാചകനായിട്ട് വിളിക്കുന്നവരുണ്ടാവും. അത് ഓരോ കോളിങ്ങാണ്, അത് ഓഫീസാണ്. പക്ഷെ മറ്റേ കൃപാവരങ്ങൾ എല്ലാവർക്കും ഉള്ള കൃപാവരങ്ങൾ, അത് ഇന്ന ആക്കുന്നില്ല. എന്നാൽ അപ്പോസ്തല കൃപാവരങ്ങൾ ചെയ്യും, പാസ്റ്റർ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യും, ഇവാഞ്ചലിസ്റ്റ് കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യും, അല്ലേ? അവരെല്ലാം ചെയ്യുന്ന കൃപാവരങ്ങൾ ചെയ്യും. വിശ്വാസികളെല്ലാം കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം ദൈവത്തോട്. പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് തരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഓരോ സമയങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മൾ ഉപയോഗിക്കാൻ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ രോഗശാന്തി ആയിരിക്കും ചെയ്യുന്നത്, അന്ന് രോഗശാന്തി ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ നമുക്ക് വേണം, അല്ലേ? പരിശുദ്ധാത്മാവ്. ചിലപ്പോൾ ജ്ഞാനത്തിൻ്റെ വചനമായിരിക്കും, അന്ന് ജ്ഞാനം നമുക്ക് വേണം. ചിലപ്പോൾ പ്രബോധനമായിരിക്കും, പ്രബോധനത്തിൻ്റെ ഒരു ഇത് ഗിഫ്റ്റ് നമുക്ക് വേണം. ചിലപ്പോൾ വിശ്വാസമായിരിക്കും, വിശ്വാസം ഇല്ലാതെ ഒന്നും നടക്കത്തില്ല, അല്ലേ? വിശ്വാസം ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. അപ്പം വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ്? അതിൻ്റെ കൃപാവരം നമുക്ക് ആവശ്യമാണ്, ആ ഗിഫ്റ്റ് നമുക്ക് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രാർത്ഥിക്കുന്നു, അവർ പ്രാർത്ഥിച്ചോ. ചിലർ പഠിപ്പിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ട് മാത്രം മതി എന്നെല്ലാം പഠിപ്പിക്കുന്നു. ഫ്രൂട്ട് മാത്രം പോരാ, രണ്ടും വേണം, അല്ലേ? ഫ്രൂട്ട് വേണം, ജീവിതവും വേണം. ചിലർ പറയും വചനം മാത്രം മതി, കൃപാവരം വേണ്ട. നോ, അത് തെറ്റാ. വചനം പറയുന്നത് എല്ലാം വേണമെന്ന് പറയുന്നത്. അപ്പം വചനവും വേണം, അല്ലേ? വചനവും വേണം, കൃപാവരങ്ങളും വേണം, ഫ്രൂട്ടും വേണം, അല്ലേ? എല്ലാം വരവും വേണം, ഫ്രൂട്ടും വേണം, വരവും വേണം, വചനവും വേണം. അത്ഭുതം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും പറയണം. അത്ഭുതം നടക്കണം, എല്ലാം പിന്നെ പ്രധാന ഉയർത്തുന്നത് തന്നെയാണ്. വചനം പറഞ്ഞിട്ട് അതുപോലെ പൊടി തട്ടി പോയി കഴിഞ്ഞാൽ അവിടെ രോഗി ഇരുന്ന് ഞാൻ അതേവഴി തിരിച്ചു പോകത്തില്ലേ? വന്ന പോലെ പോകാൻ പാടില്ല, അല്ലേ? വചനം പറഞ്ഞപ്പോഴത്തേക്ക് വീൽ ചെയർ നാളെ എഴുന്നേറ്റണം, എഴുന്നേറ്റ് ഓടണം. അത്ഭുതം നടന്നാൽ അവര് രൂപാന്തരം വചനം കേൾക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നു, മനസ്സാന്തരപ്പെടുന്നു. അത്ഭുതം ചെയ്യാൻ ദൈവത്തെ വിശ്വസിക്കണം, വചനത്തെ ഉറപ്പിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു, കൂടുതൽ ദൈവത്തോട്. എല്ലാവരും വചനം കേൾച്ച് അത്ഭുതം കാണുമ്പോൾ ദൈവത്തിന് അകന്നു പോകുന്നു പറഞ്ഞു. അങ്ങനൊന്നുമില്ല. നമുക്ക് എത്രമാത്രം ദൈവം സൗഖ്യം തരുന്നു അതനുസരിച്ച് ദൈവത്തിന് അടുക്കുമോ, അല്ലെ? അടുക്കോ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. എനിക്ക് ഒരുപാട് കർത്താവ് സൗഖ്യമാക്കുന്നതനുസരിച്ച് എനിക്ക് കർത്താവ് സ്നേഹം കൂടുന്നേ ഉള്ളൂ, ശരിയല്ലേ? ഞാൻ 500 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം വരുന്നില്ലെങ്കിൽ നമുക്ക് ഇതെന്താ ദൈവം എന്ന് പറഞ്ഞു. പക്ഷെ അവന് ഉറക്കത്തിലും ഇല്ലാതെ ഇരിക്കുമ്പോൾ എല്ലാം അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിൽ എത്ര സ്നേഹവാനായ ദൈവം, അല്ലേ? നമ്മൾ പറയാതെ തന്നെ സൗഖ്യം തരുന്ന ദൈവമല്ലേ? അപ്പൊ നമ്മൾ ദൈവത്തോട് സ്നേഹം കൂടത്തേ ഉള്ളൂ. ഞാൻ പറയുന്ന അത്ഭുതം സഭയ്ക്കാതെ നടക്കുമ്പോൾ സ്നേഹം കൊടുത്തേ ഉള്ളൂ. ആൾക്കാരെ ഉയർത്താൻ വേണ്ടിയല്ല നമ്മൾ, അല്ല വ്യക്തികളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയില്ല, കർത്താവിനെ ഫോക്കസ് ചെയ്യാം. ദൈവസഭയെ ഉറപ്പിക്കുന്നു. ഞാൻ ദൈവസഭയെ ഉറപ്പിക്കുകയും ചെയ്യും. ഈ അത്ഭുതത്താൽ നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യും. നമ്മൾ ആരുടെ പേര് ഉയർത്താൻ വേണ്ടിയല്ല, യേശുവിന്റെ നാമം ഉയർത്തു വന്നു. ഹല്ലേലൂയ. പുകഴ്ച ഒന്നും നമുക്ക് ഈ പുകഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ കുറച്ച് നാളത്തേക്കുള്ള ഒരു അത്ഭുതം കൊണ്ട് കുറച്ച് നാളത്തേക്കുള്ള പുകഴ്ചയുള്ളൂ, പിന്നെ അതങ്ങ് മാറും ഓട്ടോമാറ്റിക്കായിട്ട്. മനസ്സിലായോ? ആ ബിഗിനേഴ്സ് ഉണ്ട്, ഒരു ബിഗിനേഴ്സ്. നമ്മളിപ്പോൾ വിശ്വാസത്തിൽ വന്നു, നമ്മുടെ ശുശ്രൂഷയിലൊക്കെ വന്നു, കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒരു അത്ഭുതങ്ങൾ കാണുമ്പോൾ കർത്താവ് എന്നോട് ചെയ്ത് മറ്റേ മറിച്ച ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോയി. മീൻസ് അതങ്ങ് നമ്മൾ കർത്താവുമായിട്ട് നമ്മളെന്താണ് മിങ്കിൾ ചെയ്ത് നമ്മളെ തന്നെ കൊന്ന് ഇടത്തെ കൊന്ന് നമ്മളല്ല ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം. പിന്നെ നമ്മൾ പേര് വെച്ചിട്ടുള്ള കാര്യമില്ല, ഒരു കാര്യമില്ല. ഇത് കർത്താവ് ചെയ്യുന്നത് നമുക്കറിയാം, കർത്താവില്ലാതെ നടക്കത്തൂരെ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ എത്ര നമ്മളെ ബൂസ്റ്റ് ചെയ്താലും എത്ര ഉയർത്തിയാലും, എൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ, എനിക്കൊന്നും തോന്നാറില്ല. മീൻസ് ആരെന്ത് പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നാറില്ല. കാരണം കർത്താവാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് പ്രവചിക്കണമെങ്കിൽ കർത്താവല്ല ചെയ്യുന്നത്. ആത്മാവില്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവെല്ലാം ചെയ്യണം. ഭൂതത്തെ പുറത്താക്കണ പരിശുദ്ധാത്മാവ് ചെയ്യണം. നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ശക്തി ഒന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. 25 കിലോ എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ ആ ഒരു ഭൂതത്തെ പുറത്താക്കുന്നത്. മനസ്സിലായോ?
ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. അതാ പറഞ്ഞ അവിടെയാണ് ശിംഷോൻ നമ്മൾ നോക്കുന്നത് അല്ലേ. അതെ. ആത്മാവ് വന്നപ്പോൾ എന്ത് ചെയ്തു? സിംഹത്തെ വലിച്ചു കയറി. വലിച്ചു കയറി അല്ലേ. അതെ. ദാനിയേലിന്റെ സംഭവം അല്ലേ, അങ്ങോട്ട് വലിച്ചു കയറിയ കരടിയൊക്കെ പിടിച്ച് വലിച്ചു കയറുക. ആരാ? നമ്മളെ പോലെ മനുഷ്യരാ. ചില വലിപ്പമുണ്ടോ പൊക്കമുണ്ടോ ഹൈറ്റൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ പോലെ ഒരു മനുഷ്യരല്ലേ വരും. മറ്റൊരു 3 പേര് പോയി തീക്കകത്ത് പോയി വേണം അല്ലേ. സിംഹത്തിനിടെ പോയി വേണം, തീക്കകത്ത് പോയി വേണം. 3 പേര് തീക്കകത്ത് പോയി, അവർ തീക്കകത്ത് പോയി. ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴി കണ്ടിട്ട് കേട്ടോ. അവിടെയൊക്കെ പരിശുദ്ധ ആ ഒരു ശക്തി ഉള്ളതുകൊണ്ട് പിടിച്ചിരിക്കുന്നത്. സിംഹക്കുഴി ഇടാൻ പോകുന്ന കേൾക്കുമ്പോൾ നമ്മള് നമ്മൾ അവിടെ ചിലപ്പോൾ പോകുന്നുണ്ട്, അവിടെ വരെ പോകില്ല. ആ പരിശുദ്ധാത്മ ശക്തി വരുന്നതുകൊണ്ട് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ആത്മസാന്നിധ്യം വരുന്നതുകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വചനവും വേണം, ആത്മാവും വേണം അല്ലേ. വചനം വേണം, ആത്മാവും വേണം, പ്രവചനവും വേണം അല്ലേ. പ്രവചനം കേൾക്കുന്നതുകൊണ്ടല്ലേ സിസ്റ്റർ പിന്നെയും കേൾക്കണമെന്ന് ദൈവത്തിന് കേൾക്കണമെന്ന് ആഗ്രഹം അല്ലേ. പ്രവചനം ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ എൻ്റെ ഭാവിയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ശരി, നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് ധാരണയുണ്ട്. അല്ലെങ്കിൽ ഇത് ഈ വാക്തത്വം ഇന്നത് കിടപ്പുണ്ട്, എന്നെക്കുറിച്ച് ദൈവത്തിന് കോളിങ് ചെയ്താണ്. നമ്മൾ മനഃപൂർവ്വം പാവം ചെയ്തില്ല. പാവം ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഒരു ഇതന്നെയല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ശരിയല്ലേ. നമുക്ക് ആർക്കെങ്കിലും സിനിമ തിയേറ്ററിൽ പോകാൻ സിനിമ കാണാൻ പറ്റുമോ? മനസ്സമാധാനത്തോടെ കാണാൻ പറ്റുമോ? ഇല്ല. ലോയ നമ്മൾക്ക് ആർക്കെങ്കിലും സിനിമ തിയേറ്ററിൽ പോയിട്ട് മനസ്സമാധാനത്തോടെ ഈ ലോകത്തിൽ സിനിമ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. പോകത്തില്ല. പോട്ടെ, കാണാൻ പറ്റുമോ? ചെന്നാൽ പോലും ഇരുന്ന് ഉറങ്ങത്തേ ഉള്ളൂ. എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. നമ്മൾ കർത്താവിൽ മാത്രം എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ലോകം ആസ്വദിക്കാൻ പറ്റത്തില്ല. നമുക്ക് TV കാണാൻ പറ്റത്തില്ല. TV വെച്ചാൽ വലിയൊരു TV കൊണ്ട് വീട്ടിൽ വെക്കാം, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. വലിയൊരു TV കൊണ്ട് നമ്മുടെ ലിവിംഗ് റൂമിൽ കൊണ്ട് വെക്കാം, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. ആരെ കാണുന്നത് ഇതിനകത്തൊക്കെ? ആരും കാണുന്നില്ല. നമ്മളാരും കാണല്ലേ. ഒരു ന്യൂസ് കാണുമായിരിക്കുമല്ലോ. അപ്പോ പ്രൊഫസി നമുക്ക് വേണമല്ലേ. പ്രൊഫസി എല്ലാവരും നാളെ പോലെ എല്ലാം പ്രാർത്ഥിക്കണം. അടുത്ത ആഴ്ച നിങ്ങളെല്ലാം പ്രവചിക്കണം. ഓക്കെ, അടുത്ത ആഴ്ച നിങ്ങളെല്ലാം പ്രവചിക്കണം. കുഞ്ഞുങ്ങളെല്ലാം പ്രവചിക്കണം. അടുത്ത ആഴ്ച പ്രാർത്ഥിച്ചോണ്ട്. ഹല്ലേലൂയ. പ്രൊഫസി എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഒരു പ്രചോദനം തരികയാണ് അല്ലേ. എൻകറേജ്മെന്റ്. ഈ ദുരിതം അനുഭവിക്കുന്നത് എന്ത് ചെയ്യണം? ആശ്വസിപ്പിക്കുന്ന പ്രവചനം. ശരിയല്ലേ. അതുപോലെ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? വെളിപ്പെടുത്തുന്നതാണ് പ്രവചനം അല്ലേ. ഭാവി സംഭവങ്ങൾ എന്ത് ചെയ്യണം? പ്രവചിക്കണം അല്ലേ. ഭാവി സംഭവം പ്രവചിക്കണം. പിന്നെ അതിനകത്ത് വലിയൊരു ഇതുണ്ട്. എന്താ പറയുക, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് പ്രവചിക്കണം. ദൈവത്തിന്റെ ഹൃദയം നമ്മൾ പ്രവചിക്കണം. പിന്നെന്താണ്? ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ പ്രവചിക്കണം. ദൈവത്തിന്റെ കുറിച്ചുള്ള ഉദ്ദേശമുണ്ട് അല്ലേ. ഹല്ലേലൂയ. പിന്നെ എന്താണ്? ആളുകളെ രൂപാന്തരപ്പെടുത്താൻ പ്രവചിക്കണം. ശരിയല്ലേ. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കണം. ചിലർ പ്രവചിക്കും, നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഇതല്ലയോ നിങ്ങളുടെ. അതൊന്നും പ്രവചനമല്ല കേട്ടോ, അത് വേറെന്തോ ആത്മാവാണ്. നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങനെ ഇത് പറയും, 1 2 3 4 5 6. നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം ഇതാണ്, നിങ്ങളുടെ വീടിന്റെ അഡ്രസ് ഇതാണ്, നിങ്ങളുടെ കാറിന്റെ നമ്പർ ഇതാണ്. ഇത് ഒരു ആവശ്യമില്ല ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടൊന്നും ആവശ്യമില്ല. അപ്പൊ അതെന്ത് വേറൊന്നും ആത്മാവ്. അത് സൂക്ഷിച്ചോ. പ്രവചനം ആർക്കും പ്രവചിക്കാം, ദൈവത്തിനും പ്രവചിക്കാം, വിശാലനും പ്രവചിക്കാം. ശരിക്ക് ദൈവത്തിൽ നിന്ന് ആത്മാവിന്റെ പ്രവചനം കേൾക്കുമ്പോഴേ അറിയാം. നമുക്ക് കശൽ വരും, നമുക്ക് സങ്കടം വരും. വലിയ പ്രോസ്പെരിറ്റി ഒന്നും അതിനകത്ത് കാണും. പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവൻ ആത്മീയ കാര്യങ്ങളായിരിക്കും കൂടുതൽ. നമ്മൾ വീക്കാണെങ്കിൽ ദൈവം നമ്മൾ ഉണർത്തും. നീ വീക്കാണ്, നീ പ്രാർത്ഥിക്കണം അല്ലേ. കേട്ടില്ലേ? നീ വീക്കാണ്, നീ പ്രാർത്ഥിക്കണം, നീ എന്ത് ചെയ്യണം? ഉണരണം, ഉപവസിക്കണം. ഒക്കെ ദൈവം ആത്മാവ് ഉയർത്തുന്നതാണ്. പ്രവചനത്തിനകത്തപ്പോൾ യേശുവിനെ ഉയർത്തുന്നതായിരിക്കും പ്രവചനം. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആത്മീയമായിട്ട് ഉയർത്തും. പിന്നെ അത് നടക്കാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തും. നമുക്ക് വലിയ സന്തോഷമായിരിക്കും. അത് പ്രവചനം കേട്ടിട്ട് നിങ്ങൾ പോയി നോക്കിയും അന്നത്തെ ദിവസം വലിയ സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രവചനം കിട്ടിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ എഴുതി വെക്കണമെന്നൊന്നുമില്ല, അത് എപ്പോഴും ഓർമ്മ നിൽക്കും. ശരിയാണോ? മനസ്സിലിരിക്കും. നമുക്ക് ദൈവം ഒരു ദർശനം തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ മരിക്കുന്ന വരെ ദർശനം കിടക്കും.
ദൈവം നിങ്ങൾക്ക് ഒരു സ്വപ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മരിക്കുന്നവരെ സ്വപ്നം കാണും അല്ലേ? നമ്മൾ എഴുതി വെക്കണമെന്ന് പോലില്ല, നമ്മുടെ ഹൃദയത്തിൽ കാണും. പക്ഷെ നമ്മൾ ദർശനക്കൊല്ലികളാകരുത്. മെമ്മറീസ് പ്രസംഗിക്കാം, ദർശനക്കൊല്ലികളാകരുത് അല്ലേ? ദർശനത്തെ കൊല്ലുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ദർശനത്തെ കൊല്ലുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അടുത്തത് സെർവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാനം ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ സേവിക്കുന്നു അല്ലേ? ആവശ്യത്തിലിരിക്കുന്നവർക്ക് എന്തിനാണ് സഹായം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പോകുന്നില്ല. പിന്നെ പഠിപ്പിക്കും, നമുക്കറിയാം എന്തിനാ പഠിപ്പിക്കുക. നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുക അല്ലേ? പിന്നെന്താണ്? ഗിവിംഗ് ഉണ്ട്, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യം. ലീഡർഷിപ്പ് ഉണ്ട്. ലീഡർഷിപ്പ് ഭരണമല്ല, ആക്ച്വലി ഒരു ശുശ്രൂഷ ചെയ്യുക. മേഴ്സി ഉണ്ട്, വേർഡ് ഓഫ് വിസ്ഡം ഉണ്ട്, പിന്നെന്താണ് വേർഡ് ഓഫ് നോളജ് ഉണ്ട്. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഈ ജ്ഞാനത്തിന്റെ വാക്കെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വചനം, അതായത് ബൈബിളിലെ സത്യം മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയുന്ന ഒരു ഗിഫ്റ്റാണ് ജ്ഞാനം. ഫെയ്ത്ത് അറിയാം. ഫെയ്ത്തിൽ മുന്നുള്ള എല്ലാ വിശ്വാസത്തിനും ഒരു പരിധിയിൽ വിശ്വാസമുണ്ട്. വിശ്വാസത്തിൽ ക്രിസ്തുവിലേക്ക് വരുന്ന എല്ലാവർക്കും ആത്മാവ് നൽകുന്ന ദാനങ്ങൾ ഒന്നാണ് അല്ലേ? വിശ്വാസമില്ലെങ്കിൽ നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. വിശ്വാസമില്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടുണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കും, വെളിപ്പാടി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ യേശുവിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഉണ്ടോ? എന്നാൽ യേശുവിനോട് നമ്മൾ മരിക്കാൻ തയ്യാറാണ്. നിത്യത നമ്മൾ ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. വചനത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു റിവലേഷൻ അതിലൂടെ ലഭിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ ആരും നമ്മൾ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അതൊരു വിശ്വാസമല്ലേ? ഹല്ലേലൂയ. നമ്മൾ പോയാൽ തിരിച്ചു വരത്തില്ല. വരത്തില്ല. ഒരു കുതിര കാണിക്കും. ഞാൻ മുമ്പേ പ്രാർത്ഥിച്ചതാ, കുതിരയെ പോലെ ശക്തി. ഒരു കുതിര നിൽക്കുന്ന പോലെ നിൽക്കുന്നു. കുതിര പോലെ ഓടുന്നുണ്ടോ? സ്തോത്രം. ഞാൻ റെഡിയാ കർത്താവിനെ പിടിച്ചിരി. കർത്താവ് കുതിര മേലെ കയറും. കർത്താവ് കയറി കഴിഞ്ഞാൽ ഓടിക്കണം. ഓടിക്കണം. അമേരിക്കൻ ഭാഷ ശുശ്രൂഷയുണ്ട്. ഭാഷ പ്രാർത്ഥിക്കണം. ഈ അമേരിക്കൻ ഒരു ശുശ്രൂഷയുണ്ട്. ഭാഷ ഇവിടെ വെളിയിൽ പോകുന്ന ശുശ്രൂഷയുണ്ട്. കർത്താവ് പറയുന്നതെല്ലാം പോകണം. വഴി തുറന്നാ പോവാം. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ടച്ച് ചെയ്യുന്നുള്ളതൊന്നും ദിവസങ്ങളിൽ വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് പ്രവചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ? മറ്റെല്ലാവരും നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് രോഗം ഉണ്ടെങ്കിൽ സൗഖ്യമാകുമോ അല്ലെങ്കിൽ ഇല്ലാത്ത അതെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് വചനം പറഞ്ഞവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സൗഖ്യമാക്കണമെന്ന കർത്താവാണ്, നമ്മളല്ല. പക്ഷെ ചിലർക്ക് ഹീലിങ്സിന് മിനിസ്റ്റർ തന്നിട്ടുണ്ട്, അത് ഗിഫ്റ്റാണ്. ആ ഹീലിങ്സിന് മിനിസ്റ്റർ നമുക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഈസിയാണ്. നമുക്ക് ആ ഗിഫ്റ്റ് ഉണ്ട്, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ട്. അവിടെ സകല ഭൂതങ്ങളെയും പുറത്താക്കാനുള്ള ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത് നമ്മൾ ആ ഗിഫ്റ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം വ്യാപാരം ചെയ്തെങ്കിലേ ഉള്ളൂ കേട്ടോ വളർന്നു വരത്തുള്ളൂ. അല്ല, അതിന് അവസരം വേണ്ടേ? അതവിടെ കിട്ടുന്ന അവസരങ്ങൾ പോയി ചെയ്യണം. അത് ശരിയാ, കിട്ടുന്ന അവസരങ്ങളെല്ലാം ചെയ്യണം. ഞാൻ പ്രാർത്ഥിക്കുന്ന നടന്നു പോകുമ്പോൾ അഭിഷേകമായിട്ട് ജോലികളങ്ങ് സൗഖ്യമാവണം. നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. നമ്മുടെ ഭവനത്തിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് തന്നെ ഓപ്പറേറ്റ് പറയണ്ട. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ തന്നെ ഇഷ്ടം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം. നിങ്ങൾ തന്നെ ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. രണ്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ ഓപ്പറേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അവരെ സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കണം. അവർ സൗഖ്യമാവും. അവർക്കൊണ്ട് പ്രവചിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ പ്രവചിക്കണം അവരോട്. ഇവൻ തരുന്ന ആലോചന എന്നതാക്കുന്ന പറയണം. അതാണ് ഇപ്പോഴത്തെ കാലത്ത് വലിയ പാടാ പിള്ളേരെടുത്താൻ. വലുതായി കഴിയുമ്പോഴത്തേക്ക് അവരെന്തോ ആയെന്നുള്ള മട്ട. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പറയും ഞങ്ങളല്ലേ അവരവരുടെ പാട്ട് മറന്നു പോയി കഴിഞ്ഞു. പക്ഷെ അവരെ ദൈവം പിടിക്കുന്നു. എല്ലാം കേട്ടല്ലേ, എല്ലാം വചനം വായിച്ചല്ലേ. അങ്ങനൊന്നും പ്രത്യേകം അവര് ഞാൻ വചനം അയച്ച് പിടിച്ചോണ്ടിരിക്കുക. ഓരോ ദിവസം ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തും പിള്ളേരൊക്കെ തിരിച്ചു കൊണ്ടുവരും ദൈവം.
ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ അവർ തിരിച്ച് ദൈവത്തിലോട്ട് തന്നെ വരും. ഈ ഓട്ടോ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇത് ഇത്രയോളം മനസ്സിലാവും, ഈ വേൾഡ് ഇത്രയോളം മനസ്സിലാവും. പ്രാർത്ഥിക്കണേ. ഇന്ന് രാത്രി നിങ്ങൾക്ക് കൃപാരങ്ങൾ ഒന്ന് ജ്വലിപ്പിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രവചിക്കണം ഇവിടെ പ്രവചിക്കാം. ദൈവം നാളുകൾ പറയണമെന്ന് പറയാം. ഹല്ലേലൂയ. അത്ഭുതം നടക്കട്ടെ. പാസ്റ്റർ പറഞ്ഞ അവസരങ്ങളുണ്ട് ഇതിനകത്ത്. നിങ്ങൾ തന്നെ ചെയ്യണം ഇതിനകത്ത്. നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പോൾ രോഗമായിട്ടിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സൗഖ്യം നടക്കട്ടെ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മളിവിടെ ഓപ്പറേറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നത്, രോഗിക്ക് വേണ്ടിയിട്ട്, ഡയബറ്റിക്കാരന്. നമ്മൾ കൊണ്ടു കൊടുക്കാൻ പറയും. നമ്മൾ ചെയ്യണം, വിശ്വാസത്തിൽ ചെയ്യണം. എന്നിട്ട് നമ്മളെ മാറുമെന്ന് പറയും. ഇതെല്ലാം വിശ്വാസത്തിൽ. വീൽ ചെയർ കാണിക്കുന്നു, വീൽ ചെയർ കാണിക്കും, വീൽ ചെയർ കാണിക്കുന്നു. ഞാൻ എന്നെ വീൽ ചെയർ അല്ലല്ല, വീൽ ചെയറിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീൽ ചെയറിൽ വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു അമ്മമ്മ, പുള്ളിക്കാരിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പോലെ വണ്ടി കറമ്പ് കഴിച്ച് പ്രായമുണ്ട്, 10-70 വയസ്സായി. പുള്ളിക്കാരി പറഞ്ഞു എനിക്കിപ്പം ഭയമാണ് വണ്ടി ഓടിക്കുന്നത്, വണ്ടിയിൽ നിന്ന് കാലിൽ നിന്ന് വണ്ടി വിട്ടു പോകും. ഞങ്ങളെ വീട്ടിൽ ചെന്ന് ഞാൻ എണ്ണ വെട്ടി പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം അത് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രഗ്നന്റ് ലേഡികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു. എന്നെ ദൈവം കൊച്ചുങ്ങളെ കാണിച്ചു തരുവാണ്. പ്രഗ്നന്റ് ലേഡികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം കാണിക്കുന്നത്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഓടി വന്ന് പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടി. അങ്ങനെ ഗിഫ്റ്റ് ദൈവം തന്നിരിക്കുക. അത് മനസ്സിലായോ? പ്രഗ്നന്റ് ലേഡികൾക്ക് അത് കർത്താവ് നേരത്തെ കാണിക്കുവാണ്. ഒരാൾ ഗർഭിണിയാണ്, ഇപ്പം ഞാൻ അറിയേണ്ടതാണ് ആ കൊച്ച് ആണോ പെണ്ണോ, ഇവനതിൻ്റെ ചായ വരെ കാണിച്ചു തരും. ഇപ്പോഴും പറയാം. ആ അങ്ങനെ പല കുഞ്ഞുങ്ങൾ 8-10 പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിൽഡ്രൻസ് മിനിസ്ട്രി ഗിഫ്റ്റ് അതല്ല കർത്താവ് പറഞ്ഞ അതാണ്. ആ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പ്രഗ്നൻസി ലേഡികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് പ്രവചിക്കാനും ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അവരൊരു വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി വെള്ളം പ്രാർത്ഥിച്ചു തരുന്ന ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. പിള്ളേർക്ക് മോളൊക്കെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ചെറിയ എന്തെങ്കിലും പ്രയാസം പറഞ്ഞ് ജോലിയിലപ്പോൾ വയറ്റുവേദന ഓടി പെട്ടെന്ന് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്ത് പിടിച്ചു കെട്ടി വരണം. അതിലിപ്പോൾ പറഞ്ഞത് വെള്ളം പ്രാർത്ഥിച്ചു തരാനുള്ള ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ ദൈവം ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ഒരാൾക്കുടെ കൊച്ചുങ്ങളുണ്ടാകാൻ പ്രയാസമാണ്. ഇത് സിസ്റ്ററിൽ വെച്ചുകൊണ്ടിട്ട് എങ്ങനെ ഈ നേഴ്സ് നടക്കുവാണോ? ചെയ്ത പോലെ ഇനി ചെയ്യണം, അങ്ങോട്ട് ശക്തമായിട്ട് ചെയ്യണം, അങ്ങോട്ട് ചാടി ഇറങ്ങണം. അവരുടെ ആ കൊച്ചു ഉണ്ടാവുന്നതിന് ഫിലോപ്പിൻ ട്യൂബിന്റെ തടസ്സമാണ്. അത് മാറി പ്രാർത്ഥിച്ചു പോകുന്നു. 1-2 മാസത്തിലാവും ഗർഭിണി. ഇപ്പൊ കൊച്ചിന് 2-2.5 വയസ്സായി. ശുശ്രൂഷകൾ ചെയ്യണം. ഹസ്ബൻഡിനെ പിടിച്ചോണ്ട് പോകണം അങ്ങോട്ട്, എവിടെ ഇങ്ങനെ ഓടി നടക്കണം. അല്ലാതെ ഇങ്ങനെ വീട്ടിൽ സമയം കളയരുത്, അല്ലെങ്കിൽ ജോലി സമയം കളയരുത്. ആഴ്ച 2 ദിവസം അതിനായിട്ട് മാറ്റി വെക്കണം ശുശ്രൂഷയ്ക്കായിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാം ജോർജ് പാസ്റ്റർ ഒരു കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. പുള്ളി പ്രായമുണ്ട്, 10-60 വയസ്സുണ്ട്, ഇവരെ മക്കളില്ല. സാം ജോർജ് IPCയുടെ നേരത്തെ ആക്ടിങ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ പ്രാർത്ഥന ചെയ്തൊരു വിഷയമാണ്. ഒരു പാമ്പിനെ കാണിക്കുന്ന ഭാഷ, ഒരു പാമ്പ് ഇങ്ങനെ പിടിച്ചെടുക്കുന്ന അതിനെ ശാസിച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന പാമ്പിനെ ഇങ്ങനെ എടുക്കുന്ന ആ പാമ്പിനെ പിടിച്ചെടുക്കണം അവരുടെ ജീവിതത്തിൽ. അവരുടെ ജീവിതത്തിൽ പാമ്പുണ്ട്. ഇവരുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ തലമുറ കൊടുക്കത്തില്ലെന്ന് വാദിക്കുന്ന നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്നും കേരളത്തിനൊക്കെ വന്നല്ലേ, നമുക്കൊന്നും തലമുറ ഉണ്ടാവാതിരിക്കാനൊക്കെ ചില കെട്ടും ചില തലമുറയിൽ തരാതിരിക്കാൻ വേണ്ടി വാദിക്കുന്ന പൈശാചിക ശക്തി അല്ലെങ്കിൽ ഒരു ഡീമൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക. പുള്ളിക്കാരൻ്റെ പിതാവ് വളരെ എക്സ്ട്രാ ഡീസന്റ് ഒരു ദേവാസനായിരുന്നു. ഇനി ആ പുള്ളിക്കാരിയുടെ വസ്തു എല്ലാം കൂടെ കൊടുത്ത കുമ്പനാട് IPCയുടെ രണ്ടാമത്തെ പോരും ഈ നാട്ടിൽ കേരളത്തിന്റെ പോരാ കാണിക്കുന്നത്. നമ്മുടെ ഈ കഥകളി പോലത്തെ ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള വേഷം കെട്ട് അമ്പലക്കെട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോരാ കാണിക്കുന്നത് ആ പുള്ളിക്ക് വേണ്ടി പറഞ്ഞു. എന്റെ കൂടെ ജോലി കോവർക്കറിന്റെ ഒരു ബന്ധുക്കാര് ഇതുപോലെ പാമ്പിനെ കാണും, പ്രഗ്നന്റ് ആവും, പാമ്പിനെ കാണും, പോകും, പാമ്പ് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ പുള്ളിക്കാരൻ ചർച്ചിൽ പോയി അവരുടെ പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശാസ്ത്രം പ്രാർത്ഥിക്കണം. ഇപ്പോൾ മനസ്സിലായോ? പാമ്പ് വന്ന് മുട്ട പിടിച്ചോണ്ട് പോകും, ഉണ്ടാകുന്നതിനെ കൊണ്ടുപോകും, സീഡിനെ കൊണ്ടുപോകും. അത് വലിയ ഡേഞ്ചറസ്. പാമ്പ് വന്ന് സീഡിനെ കൊണ്ടുപോകും, വിഴുങ്ങിക്കളയും. മുട്ട വിഴുങ്ങിക്കളയും. എടുത്തൊരു വിശ്വാസശക്തി, അതൊരു വിശ്വാസശക്തി. അത് പാസ്റ്റർ ഒരിക്കൽ ഞാൻ കണ്ട ഒരു ദർശനം പറഞ്ഞില്ലായിരുന്നു, വല്ല പാമ്പ് വന്നിട്ട് ഇടയ്ക്കൽ അല്ലെങ്കിൽ ഒരു 3 മുട്ട എടുത്തോണ്ട് പോയി പാമ്പും പാമ്പിന്റെ ഒരു കൂട്ടുകാരനോട് എടുത്തോണ്ട് അതൊരു ശക്തി. അത്
ഞാൻ പറയാൻ ഓർമ്മയുണ്ടോ? ചിലരുടെ ജീവിതത്തിൽ കണ്ട് ഈ പ്രഗ്നൻസിയിൽ അവരുടെ പ്രഗ്നന്റ് ആകത്തില്ല, അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകത്തില്ല. എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ കല്ലടച്ചിരിക്കുകയായി, കല്ലടച്ച് വെച്ചിരിക്കുന്ന പോലെ പിശാചിനെ അടച്ചു വെച്ചിരിക്കുക. അവരുടെ ജീവിതം ഉണ്ടാകത്തില്ല. അതിനെ ശാസിച്ച് മാറ്റിയെങ്കിലേ പോകത്തുള്ളൂ. കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ വിഷയം എന്നത് മരുന്ന് നമ്മുടെ ബോഡിയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, അതിൻ്റെ പുറകിൽ ഒരു സ്പിരിറ്റ് എന്തെങ്കിലും കാണും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. പിന്നെ നമ്മുടെ നാവുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കുഞ്ഞു വേണ്ട, ഇപ്പം കുഞ്ഞു വേണ്ട, എല്ലാം കഴിച്ചിട്ടേ. അല്ല ഞാൻ പറയുമായിരുന്നു, അങ്ങനെയുണ്ട് ചെറുപ്പക്കാരെ തന്നെത്താൻ ബ്ലോക്ക് ചെയ്യും. ഇപ്പം വേണ്ട, കുഞ്ഞു വേണ്ട, ഇപ്പം വേണ്ട, ഇപ്പം വേണ്ട, ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് എൻജോയ് കഴിഞ്ഞിട്ട് മതി പറയും. എൻജോയ് കഴിഞ്ഞാൽ എല്ലാം 2 വർഷം കഴിയും 3 വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കരച്ചിലാവും, കുഞ്ഞുതായ പിന്നെ 5 വർഷം നോക്കിയിരിക്കേണ്ടി വരും. അതിൽ നല്ലത് ദൈവം നിരന്തരം പിടിച്ചോളൂ. ആദ്യം തന്നെ നമുക്ക് പ്രാർത്ഥിക്കല്ലോ. അപ്പോൾ ദിവസം നിന്നിരിക്കും. ഹല്ലേലൂയ. ഇത് രാത്രി ആത്മാവ് നിറച്ചാൽ നിങ്ങൾക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റും. ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിവിടെ വരുന്ന ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ്, മനസ്സിലായി? നിങ്ങളിവിടെ പ്രാപിക്കാൻ വേണ്ടിയാണ്, ആവശ്യം ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. അല്ലാതെ നമ്മളിവിടെ ആരും വലിയൊരാരുമില്ല. ഇവിടെ ദൈവം തുടങ്ങിയത് ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. രോഗികൾ വന്നാൽ സൗഖ്യമാകണം, അസുഖങ്ങൾ വന്നാൽ വിട്ടുപോകണം, നിങ്ങൾ റീസ്റ്റോർ ചെയ്യണം. എനിക്കൊരു കോളിംഗ് ദൈവം തന്നെ സ്പെഷ്യൽ കോളിംഗ് ആണ്, റീസ്റ്റോർ കൊടുക്കുക. ആൾക്കാരെ റീസ്റ്റോർ ചെയ്യുക. റീസ്റ്റോർ ചെയ്ത് സഭയ്ക്കകത്ത് കൂട്ടാനല്ല, അവിടെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, ശുശ്രൂഷകൾ, അഭിഷേകം, വിശുദ്ധി, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവരെ റീസ്റ്റോർ ചെയ്യുക, റീസ്റ്റോർ ചെയ്യുക, അവരെ വിളിച്ച് റീസ്റ്റോർ ചെയ്യുക. അവർ ശുശ്രൂഷ ദൈവനെ ഏൽപ്പിച്ചിരിക്കുക. താങ്ക് യു ജീസസ്. ഓരോ കാലഘട്ടങ്ങളും ഓരോ ശുശ്രൂഷകൾ ഏൽപ്പിക്കും നമ്മളെ. ഓരോ കാലഘട്ടങ്ങളും നമ്മൾ വിശ്വസ്തരായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെയും കൊണ്ടുപോകും. ഓറാക്കാമാണ്. ഇപ്പോൾ രാത്രിയിൽ കളിപ്പിച്ച എല്ലാ ദൈവത്തിനും ഏൽപ്പിച്ചു കൊടുത്താൽ എല്ലാ ഗിഫ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗിഫ്റ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കും. മരിച്ചൊരു കേർക്കട്ട് കർത്താവ്, സകല മരിച്ചവരുടെ മേൽ അധികാരം, സകലഭൂതങ്ങൾക്ക് അധികാരം, സകല വ്യാധികളെ സൃഷ്ടിക്കും അധികാരം, പ്രവചനത്തിനായ സ്വം, വെളിപ്പാടുകളുടെ ദർശനങ്ങൾക്കായ സ്വപ്നത്തിനായ സ്വം, രോഗസൗഖ്യം, ഭാഷകൾക്കായി ഭാഷ വ്യാഖ്യാനം, ആത്മാക്കളെ വിവേചിക്കുവാൻ, വൻകാര്യങ്ങൾ ചെയ്ത കർത്താവ്, സഭയ്ക്കത് വൻകാര്യങ്ങൾ ചെയ്താലും, ഞങ്ങളിലൂടെ വൻകാര്യങ്ങൾ കർത്താവ് ചെയ്താലും ഞങ്ങൾ അതിനുവേണ്ടി സറണ്ടർ ചെയ്ത് വൻകാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ തന്നെ ഏൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ മേലൊക്കെ കർത്താവെ ദിവസാനത ഒഴുകട്ടെ, പ്രവചിക്കട്ടെ, അവർ പ്രവചിക്കട്ടെ. ഇന്നു മുതൽ കുഞ്ഞുങ്ങൾ സ്വപ്നം കാണട്ടെ. പ്രാർത്ഥിച്ച് കിടന്ന കർത്താവ് സ്വപ്നം കാണിക്കും. കിടക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രാത്രി ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്, എന്നെ സ്വപ്നം കാണിക്കണമെന്ന് പറയണം. മനസ്സിലായി? എന്നെ എല്ലാം സ്വപ്നം കാണിക്കും. സ്വപ്നം വേണ്ടി പ്രാർത്ഥിക്കും. പ്രവചിക്കാൻ കർത്താവ് പറയും, പ്രവചിക്കണം. 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 പ്രാർത്ഥിച്ച് പ്രവചിക്കണം. പ്രവചിക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനാണ് ഞാൻ പറയുന്നത്. കുഞ്ഞുങ്ങളെ മേലെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. രോഗശാന്തി നടക്കാൻ ഏതാ കർത്താവെ സൗഖ്യമാക്കണത് ആ വചനം പറഞ്ഞാൽ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ സൗഖ്യം നടക്കും. അങ്ങനെ ദൈവം അപ്പം നമ്മളെ കൃപാവരം ജനിക്കുവാനായിട്ട് അല്ലെങ്കിൽ സുവിശേഷം പറയണം. ദൈവം പറയാം സുവിശേഷം പറയണമെന്ന്, അത് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, അത് ചെയ്യണമെന്ന് പറയുന്നത്. സുവിശേഷം പറയണം, യേശുവിനെ കുറിച്ച് പറയണം. പേഴ്സണലായിട്ട് പറയണമെന്ന് പറയുന്നത്. അങ്ങനെ ദൈവം ഇരുന്നിട്ടുണ്ട്, അവിടെ കൃപ തോന്നിട്ടുണ്ട്. പോയോ? ആ ഓക്കെ ഓക്കെ. ട്രാക്ടർ ഉണ്ടോ? ട്രാക്ടർ ഉണ്ടാക്കണം. അത് ഞാൻ അടുത്ത വട്ടം വരുമ്പോൾ ഞാൻ ഒരു ബോക്സ് ട്രാക്ടർ കൊണ്ട് തരാം. അത് നിങ്ങളുടെ പറയാൻ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ചർച്ചിൻ്റെ ടൈമോട് വെച്ചതിൽ ഏതാ നമ്മുടെ ആ വർഷ ടൈമോട് വെച്ചതിൽ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് എഴുതാൻ. വേറൊരു കാര്യമുണ്ടേ, നമുക്ക് ഈ വാൾമാർട്ടിൻ്റെ കോമ്പൗണ്ടിലോ അതുപോലത്തുള്ള കോമ്പൗണ്ടിൽ ചെന്ന് കൊടുക്കാക്കത്തില്ല, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കൊടുക്കാക്കത്തില്ല, അതിന് പെർമിഷൻ വേണം. വഴി കൊടുക്കാമല്ലോ. ആ വഴിയിലൊക്കെ അവര് പറഞ്ഞ ഡൗൺ, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അവര് പറഞ്ഞു നമുക്ക് ഡൗൺ ടൗൺ. അതെ, എൻ്റെ വൈഫ് പോകുന്നുണ്ട് വർഷങ്ങളായിട്ട്. അവളൊരു 3-4 കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇത് വർഷിപ്പ് ടൈം കൂടെ അതിനകത്ത് എഴുതി വെക്കണം. ഞായറാഴ്ച സൺഡേ ഈവനിങ്ങിൽ വർഷിപ്പ് സർവീസ് ഉണ്ട്, ഡൈവേഴ്സ് മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഇത് കണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവർ വരാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അഡ്രസ്സ് കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അത്. ഇവിടുത്തെ അഡ്രസ്സ് ഒന്ന് വെച്ചു, ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാം. 3321 Broadway, Lodge, College. ഹല്ലേലൂയ. അപ്പോൾ അത് നല്ലതാണ്. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരണമെങ്കിൽ വരാൻ പറ്റും. ഹല്ലേലൂയ. എന്നാലും
നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിറഞ്ഞിരിക്കും ആൾക്കാർ, എല്ലാവരും തികഞ്ഞിരിക്കുക. പുതിയ ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ, അവർക്ക് ഡെലിവൻസ് കിട്ടട്ടെ. എന്തെല്ലാം ചേട്ടനെ കൊണ്ട് വരും, ഇങ്ങോട്ട് വരും. ഓരോരുത്തർ ഇഷ്ടം. നല്ല ദൈവത്തിന് അറിയാലോ ഇവിടെ വിടണമെന്ന്. നമ്മളാത്മാക്കളെ അവിടെ പോയി പിടിച്ചുകൊണ്ട് വരുമല്ലോ, പുതിയ ആൾക്കാരല്ലേ നോക്കുക. പക്ഷേ ഉപവാസവും പ്രാർത്ഥനയും നടക്കുന്ന സഭകളിലാണ് ആത്മാക്കൾ കൂടുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നാലിൻ്റെ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ചർച്ച, ഇഷ്ടം പോലെ ഹോള് നിറയെ ആൾക്കാരായി. നമുക്കവിടെ അങ്ങനെ നമുക്കൊരു സഭയായി മാറിയിട്ടില്ലല്ലോ ഇതുവരെ. സഭയാകണം ആസ് സൂൺ ആസ് പോസിബിൾ. മാറിയിട്ടില്ലല്ലോ. സഭയായി മാറിയെങ്കിലുള്ള ഉപവാസം വെക്കാൻ പറ്റും. അല്ല, 20 പേരും കണ്ട് വേണം രജിസ്റ്റർ ചെയ്യുന്നതിന്. അങ്ങനെ ഉണ്ടല്ലേ? ഇങ്ങനെ ഒരു നിയമം കണ്ടുണ്ട്. ദൈവം തരും. ആസ് സൂൺ ആസ് പോസിബിൾ. സഭയായി മാറണമെങ്കിൽ നമുക്ക് ഓൺ രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടേ? അതെ, സഭയാകുന്നതിന് 20 പേര് ഹോളൊക്കെ വേണ്ട. അപ്പോൾ ഓൺ ചർച്ച് അത് വേണം. വേണ്ട, ലോൺ വേണ്ട, വേണ്ട. റെന്റിൽ മതിയോ? മതി. അന്നേരം പിന്നെ ഈ ടാക്സ് കാര്യങ്ങളൊക്കെ. അതെ, ടാക്സ് നമുക്ക് ടാക്സ് എക്സംപ്ഷൻ കിട്ടും. ദൈവം തരുന്നേ. നമ്മൾ വലിയതല്ലേ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞതായത്. കാരണം ഇത് പറയാൻ ഒരു കാര്യമുണ്ടേ. കഴിഞ്ഞ ദിവസം ഒരു ദിവസം എന്നോട് ഒരു ദൂത് പറഞ്ഞ് അവിടുത്തെ സഭയിൽ നിന്നുള്ള പുറത്ത് പോയി ഏടാവുള്ള സമയമായത്. അത് ഞാൻ വന്നപ്പോഴേ പാസ്റ്ററോട് പറഞ്ഞു. കാരണം എന്നോട് നിർത്താൻ പറ്റത്തില്ല. കാരണം ഈ ഭയങ്കര ദൈവസ്ഥാനത്ത് ഹൃദയത്തിൽ പോകുന്നുണ്ട് ദൈവം കേട്ടോ. നിങ്ങളുടെ ഭയങ്കര നിങ്ങളങ്ങ് തണുപ്പിക്കുക ദൈവം. നിങ്ങൾക്ക് വന്നിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളൊരു എനിക്ക് എൻ്റെ തലയില കിരീടം മാതിരി എന്നെ കാണിക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പ് വരുന്നു. സമാധാന ദൈവം തരില്ല. ദൈവത്തിന്റെ സമാധാനം കർത്താവിന്റെ മുഖത്തോട് മാത്രം. ഒന്നിനെ കുറിച്ച് വരിടാണ് കർത്താവ് പറയുന്നത്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ കർത്താവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കുക. പ്രശ്നങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോകും. പ്രശ്നങ്ങളെ നോക്കുവാനേ പാടില്ല, ഓടിക്കണം. കർത്താവിനോട് ഓടിക്കണം. പ്രഭാകരൻ ചോദിക്കട്ടെ, സിസ്റ്ററെല്ലാം കാണിച്ചോ? ദൈവം കാണിച്ചോ? ഇതിലുണ്ട് ആലോചന ഉണ്ടോ? ആലോചന തന്നില്ല. ആരെങ്കിലും ഇതിൽ ആലോചന തന്നിട്ടുണ്ടോ? പറഞ്ഞോ. ദൈവം എല്ലാം കാണിച്ചോ? നിങ്ങളെ ഇതെല്ലാം കാണിച്ചോ? എനിക്ക് കയ്യിലായി പ്രസൻസ് അനുഭവപ്പെടും. എവിടെയെങ്കിലും പല രീതിയിൽ എനിക്ക് തലയിൽ കിരീടം മാതിരി. തലയിൽ ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് തുറന്നോണം വരും, പിന്നെ അത് തലയുടെ ഈ ഭാഗം മൊത്തം പണ്ടൊക്കെ പല രീതിയിലാണ് മൊത്തം ബോഡിയില് മൊത്തം വരും. നല്ല പ്രസൻസ് അല്ലോ. പലൊക്കെ അത് പല രീതിയിൽ കർത്താവ് വരുന്നു. പല രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെന്നോ? എന്തുവാ നിനക്കോ? കണ്ട അതാ ഗോഡ് പ്രസൻസ് ഉണ്ട് ഇവിടെ. ഉണ്ട്. വന്നപ്പോഴേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, തോന്നില്ല ഇങ്ങനെ നമ്മൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവുണ്ടെന്ന്. ആ പ്രസൻസ് ഇപ്പോഴും, കർത്താവിന്റെ പ്രസൻസ് ഇപ്പോഴും ഉണ്ട് ഇവിടെ. പോകാൻ പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല. വലിയ ശുശ്രൂഷ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്, കടിക്കപ്പെട്ടൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ സാവധാന ദൈവസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് നമ്മളിങ്ങനെ കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി. വി സറണ്ടർ, വി ഗിവ് യു ഗ്ലോറി, ഓണർ, പ്രൈസ്. സഭ ദൈവത്തിനാണ്. യേശു പറഞ്ഞാൽ ഈ പാറമല്ല സഭയെ പണി പാതാളം. കർത്താവെ സഭയെ കർത്താവ് പണിയണമേ, പാതാളം. ഞങ്ങൾ വിശ്വാസത്തിൽ ഈ ചേറുകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുമേ. എല്ലാം നിറയട്ടെ, കവിയട്ടെ, ആൾക്കാർ വരട്ടെ. എല്ലായിടത്തും ആത്മാക്കൾ. അടുത്ത മാസം ഇത് നിറഞ്ഞു നിൽക്കട്ടെ ആത്മാക്കൾ. സ്ഥിരമായിട്ട് ആത്മാക്കൾ വരട്ടെ കർത്താവെ. പുതിയ ആൾക്കാർ വരട്ടെ കർത്താവ്. സ്നാനങ്ങൾ നടക്കട്ടെ കർത്താവ്. സഭ രജിസ്റ്റർ ചെയ്തിട്ട് കർത്താവ്. സഭ സ്റ്റാർട്ട് ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ക്രിസ്ത്യൻ ജിബിനോട് പ്രാർത്ഥിക്കുന്നു. അവർ ഇന്ന് കണ്ടില്ലല്ലോ കർത്താവ്, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങളെല്ലാം നമ്മൾ തുറക്കണമേ. ഒരു ഭവനമാണ് കർത്താവ് അത്ഭുതം ചെയ്തായ കർത്താവ്. ഇന്ന് രാത്രി ഞങ്ങളുടെ ഡെബിറ്റ്സ്, ഞങ്ങളുടെ കടഭാരങ്ങളെല്ലാം മാറട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരെല്ലാം വിശുദ്ധിയും വേർപാടും കർത്താവിനെ ആരാധിക്കട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ കർത്താവ്. ഹല്ലേലൂയ. തക്ക സമയം ജോലി മണ്ഡലങ്ങൾ അത്ഭുതം നടക്കട്ടെ. ജോലി മണ്ഡലങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥന. രാത്രി ദൈവസ്നേഹത്തിൽ സറണ്ടർ ചെയ്യുന്ന കർത്താവ് നിറച്ചാലും പരിശുദ്ധാത്മാവേ. കൃപയും കൃപാവരങ്ങളും നിറച്ചാലും. യെസ്, ജ്വലിപ്പിക്കാൻ ദിവസങ്ങൾ ജ്വലിപ്പിക്കുവാൻ ആത്മാവ് ജ്വലിപ്പിക്കാൻ കൃപ തന്നെ കർത്താവ്. ആത്മാവ് ജ്വലിപ്പിക്കുവാൻ, അനേകരുടെ സുവിശേഷം പറയുവാൻ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ. അല്ലേ? അന്നേരം അമ്മച്ചി വന്നു വണ്ടി കയറിയേ. അന്നേരം അമ്മച്ചിയെ കാണും. ഒത്തിരി പ്രായമുള്ള അമ്മച്ചി, 19 വയസ്സാണ്. കയറാൻ മേല അങ്ങ് പൊട്ടിച്ച് കയറി. അമ്മച്ചി വെള്ളക്കരുത്തിയാണ്. പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു.
എവിടെ പോകുന്നു ചോദിച്ചാൽ വിളിച്ചോളൂ. ചർച്ചിൽ പോകാന്ന് പറഞ്ഞു രാവിലെ, സൺഡേ ആണല്ലോ, ചർച്ചിൽ പോവാം. 8:45 എനിക്ക് ചർച്ചിൽ പോകേണ്ടത്. 15 മിനിറ്റ് യാത്ര ചെയ്താൽ പുള്ളിക്കത് 8:30 കയറി 15 മിനിറ്റ് യാത്ര ചെയ്താൽ കയറും. വേറെ ആരും വണ്ടിയില്ല. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? പ്രവാചകയായിരുന്നു, എനിക്കറിയത്തില്ല, പ്രവാചകയായിരുന്നു. പുള്ളിക്കാരി കണ്ണങ്ങ് അടച്ചു എന്തൊക്കെയോ പ്രവചിച്ചു. ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജും അതുപോലെ അന്നേരം ഓർത്തില്ല. ഇവിടുത്തെ ലാംഗ്വേജ് രണ്ട് പുള്ളിക്ക് ഒത്തിരി പ്രായമാകുന്നില്ലേ, മനസ്സിലാകത്തില്ല, നമുക്ക് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് സന്തോഷം. ഞാൻ വാളറ്റി കിടന്ന ചെറിയൊരു നന്മ എടുത്ത് കൊടുത്തു, പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞു കൊടുത്തു. താങ്ക് യു എന്ന് പറഞ്ഞ് കൊണ്ടു എടുത്തിട്ട് മുകളിൽ അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ കണ്ടപ്പോൾ ഒരു ഹോംലെസ് ലേഡി എന്ന് ഓർത്ത് ഞാൻ ചർച്ചിൽ പോകാന്ന് പറഞ്ഞുകൊണ്ട്. ഹോംലെസ് ലേഡി അല്ല ആക്ച്വലി, ഉള്ള ഫാമിലി ഉള്ളതാണ്, പക്ഷേ അവരെ കണ്ട ഒരു ഹോംലെസ് പോലെ ഇരിക്കും. അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും, പാവപ്പെട്ട സ്ത്രീയെ പോലെ ഇരിക്കുന്നതാണ്. പക്ഷേ പ്രവാചകയാണ്, പ്രവചിക്കുന്ന സ്ത്രീയാണ്. നമ്മളറിയാൻ പറ്റാത്ത ഒരുപാട് അമേരിക്കൻ ലേഡികൾ, അമേരിക്കൻസ് ഉണ്ട്, ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. ഇതുണ്ട്, അമേരിക്കൻ കറമ്പരുണ്ട്. ദേശം അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്താവേ, ദേശം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കണം, ദേശത്തിൻ്റെ പ്രാർത്ഥിക്കണം. ദേശത്തെ ദൈവം ഉപയോഗിക്കണേ, അനേകർ ഉപയോഗിക്കണം കർത്താവ്, അനേക ക്രിസ്തുവിന് ആദായമാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പറഞ്ഞേക്കണമേ, ആത്മാക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസന് ശുശ്രൂഷ കൊടുക്കണം, ശക്തമായ കരങ്ങൾ ഉപയോഗിച്ചാൽ വൈഫിന് ജോലിക്ക് പോയിരിക്കുന്നതുകൊണ്ട് കടന്നു വരാൻ പറ്റുന്നില്ല, അടുത്ത ആഴ്ച കടന്നു വരുവാൻ നമ്മുടെ ടൈം മാറട്ടെ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ. എല്ലാ ഭാരങ്ങളും ദിവസം ഏൽപ്പിക്കാൻ ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം ദൈവസന്നിധി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ദൂതൻ ഞങ്ങളുടെ സന്നിധിയിൽ ആ വിഷയങ്ങളെല്ലാം തന്നിരിക്കുന്നതിനായ സ്തോത്രം, അതിന്റെ മറുപടി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായ നന്ദി. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്നു, ഞങ്ങളെ കാണുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.